ഇവിടെയുള്ളതൊന്നിനും തന്നെ ഒരു നിലനിൽപ്പും ഇല്ല. മാ ഇൻദകും യൻഫദ് വമാ ഇൻദല്ലാഹി ബാഖ്. നിങ്ങളുടെ അടുക്കലുള്ളതെല്ലാം തീർന്നു പോകുന്നതാണ്, അല്ലാഹുവിന്റെ അടുക്കലുള്ളത് നിലനിൽക്കുന്നതാണ്. നിങ്ങൾക്ക് സംവിധാനങ്ങൾ എന്തെല്ലാം അവൻ വെച്ചു തന്നിട്ടുണ്ട്. അതിൽ മതിമറന്നു പോകാൻ പാടില്ല, അതിൽ അഹങ്കരിക്കാൻ പാടില്ല, അതിൽ അസൂയ വെക്കാൻ പാടില്ല, അതിന്റെ പേരിൽ ഒരു മനുഷ്യരും വഴിപിഴച്ചു പോകാൻ പാടില്ല. അവനാണ് വാസ്തവത്തിൽ മുങ്ങി നശിച്ചവൻ. സുബ്ഹാനല്ലാഹ്. അവനാണ് ഫലാ സരീഖ ലഹും വലാ ഹും യുൻഖദൂൻ ഇല്ലാ റഹ്മതൻ മിന്നാ വമതാഅൻ ഇലാ ഹീൻ. അല്ലാഹുവിന്റെ അനുഗ്രഹം ലഭിച്ചവർക്ക് ഈമാൻ ലഭിച്ചു, അവർക്ക് തഖ്വ ലഭിച്ചു, അവർക്ക് ഭക്തി ലഭിച്ചു, അവർക്ക് അഹങ്കാരമില്ല, അസൂയയില്ല, വിദ്വേഷമില്ല, വൈരാഗ്യമില്ല, പകയില്ല. സുബ്ഹാനല്ലാഹ്. എന്തൊരു കാലഘട്ടത്തിലാണ് നമ്മുടെ ജീവിതം. മനുഷ്യന്മാർ പലപ്പോഴും അഹങ്കാരം, എന്തൊരഹങ്കാരം. സുബ്ഹാനല്ലാഹ്. ഒരാൾ വീഴാൻ പോയി. അങ്ങനെ വീണപ്പോ തടിക്കൊന്നും പറ്റാതെ കയ്യങ്ങ് കുത്തിപ്പോയി, രക്ഷപ്പെട്ടു. അൽഹംദുലില്ലാഹ് എന്നല്ലേ അവൻ പറയണ്ട്. അവൻ ഉടനെ പറയുന്നത് എന്തറിയോ? ഹേയ്, ഞാൻ വീഴാൻ പോയിട്ട് കയ്യങ്ങ് കുത്തിക്കളഞ്ഞു, പിന്നെ ഈ മൂപ്പര് കൈ കുത്തിക്കളഞ്ഞു, എന്നെ അല്ലാഹു രക്ഷപ്പെടുത്തി, അൽഹംദുലില്ലാഹ് എന്ന് പറയാനുള്ളൊരു മനസ്സില്ലാത്തവൻ അല്ലേ? എന്നാ പിന്നെ അത്ര വലിയ പവറുള്ളവനാണ് നീയെങ്കിൽ വീഴാൻ പോയിട്ട് കൈകുത്തണം. ആദ്യം തന്നെ വീഴാണ്ടിരുന്നാ പോരെ, ആദ്യം തന്നെ വീഴാതിരുന്നാ പോരെ. നിനക്ക് പിന്നെ വീഴാൻ പോയിട്ട് കൈകുത്താൻ നിൽക്കണം. ഇല്ലാ റഹ്മതൻ മിന്നാ. നമ്മളുടെ അനുഗ്രഹമല്ലാതെ, അല്ലാഹുവിന്റെ അനുഗ്രഹമല്ലാതെ ആർക്കാണ്, എന്താണ്, എപ്പോഴാണ്, എത്രയാണ് കിട്ടുന്നത്? ഒന്നുമില്ലേ ഇല്ല. അല്ലാഹു തആല ജീവിത സൗകര്യം ചെയ്യുന്നു. വമതാഅൻ ഇലാ ഹീൻ. അവരെ മരണം വരെയും അവരെ അവധി വരെയും അല്ലാഹു തആല ജീവിത സൗകര്യം ചെയ്യുന്നു. ആ റബ്ബിന് 5 നേരം നിസ്കരിക്കുന്നതിന് മടി കാണിക്കാമോ സഹോദരിമാരെ, സഹോദരന്മാരെ? സുബ്ഹാനല്ലാഹ്. ഒരാൾക്ക് അല്ലാഹു സുബ്ഹാനഹു തആല തരുന്ന ഓരോ നിഅമത്തുകളും, അല്ലാഹു തആല തന്ന ഓരോ തെളിവുകളും മനുഷ്യൻ ചിന്തിച്ചുകൊണ്ടേയിരിക്കണം. ഞാൻ ചുരുക്കുകയാണ്. സൂറത്ത് യാസീൻ നമുക്ക് 44 ആയത്തേ ആയിട്ടുള്ളൂ. സുബ്ഹാനല്ലാഹ്. ഇത് തീരണമെങ്കിൽ ഒരുപാട് ആയത്തുകളുണ്ട്. നമുക്ക് ഇതേ രൂപത്തിൽ പോയാൽ തീരൂല. അതുകൊണ്ട് ഞാൻ വളരെ ചുരുക്കി പറയുകയാണ്. ഓ സുഹൃത്തുക്കളെ, വഇദാ ഖീല ലഹുമുത്തഖൂ മാ ബൈന ഐദീകും വമാ ഖൽഫക്കും ലഅല്ലക്കും തുർഹമൂൻ. അല്ലാഹു തആല പറയാണ്, തെളിവുകളൊക്കെ ചൂണ്ടിക്കാണിച്ചു കൊടുത്താൽ തെളിവുകൾ മനസ്സിലാക്കി കാര്യം ഗ്രഹിക്കുന്ന ജനങ്ങൾ അങ്ങനെ ഒരു കൂട്ടരുണ്ടാകും. അത്തരം ആളുകൾക്ക് അത് ഫലവത്താകും. അങ്ങനെ ഗ്രഹിക്കാൻ തുനിയുന്ന, ഹൃദയം ഉറച്ചു പോയിട്ടില്ലാത്ത ആളുകൾക്ക് അത് ഫലവത്താകും. എന്നാൽ ഒരു കൂട്ടര് അവരോട് തെളിവൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അതൊന്നും ചിന്തിക്കാൻ അവർ തയ്യാറല്ല, അല്ലെങ്കിൽ അവർക്കത് ബോധ്യപ്പെടുന്നില്ല എന്നാണ് അവർ പറയുന്നത്. എന്നാ ചോദിക്കട്ടെ, ഒരൽപ്പം ചിന്തയുണ്ടെങ്കിൽ, ഒരൽപ്പം ബുദ്ധിയുണ്ടെങ്കിൽ, ആ തെളിവൊന്നും നിങ്ങൾ എടുത്തില്ലെങ്കിൽ തന്നെ ചോദിക്കട്ടെ, അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം. നിങ്ങളുടെ മുന്നിലുള്ളതും പിന്നിലുള്ളതും സൂക്ഷിക്കണം. ലഅല്ലക്കും തുർഹമൂൻ, നിങ്ങൾക്ക് അനുഗ്രഹം ലഭിച്ചേക്കും എന്നവരോട് പറയപ്പെട്ടാൽ നിങ്ങളെ മുന്നിലുള്ളത് സൂക്ഷിക്കണം. നിങ്ങളെ മുന്നിലുള്ളത് ആരാണ്? ഇദാ ഖീല ലഹുമുത്തഖൂ മാ ബൈന ഐദീകും. സൂറത്ത് യാസീൻ എന്നതിന്റെ തുടക്കം തന്നെ പറഞ്ഞു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ, റസൂലുള്ളാഹിന്റെ മഹത്വമാണ് സൂറത്ത് യാസീൻ. അതോടുകൂടെ തൗഹീദിന്റെ പ്രചരണമാണ്, ആഖിറത്തെ സംബന്ധിച്ചുള്ള വിശ്വാസം ഉറപ്പിക്കലാണ്, അല്ലാഹുവിനെ സംബന്ധിച്ചുള്ള വിശ്വാസം ഉറപ്പിക്കലാണ്. യാസീൻ മുഹമ്മദുർ റസൂലുള്ളാഹി, ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു നിങ്ങളെ മുന്നിലുള്ള ആളാണ്. വഇദാ ഖീല ലഹുമുത്തഖൂ മാ ബൈന ഐദീകും, നിങ്ങളെ മുമ്പിലുള്ള മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണേ. ആ നബിയെ നിങ്ങൾ സാധാരണക്കാരനെന്ന് പറയല്ലേ, നമ്മളെ പോലത്തെ മനുഷ്യനെന്ന് പറയല്ലേ, നമ്മളും അതാ മുഹമ്മദ് നബിയും ഒരുപോലെയാണെന്ന് പറയല്ലേ. അതുപോലെ തന്നെ ആ മുഹമ്മദ് നബി കൊണ്ടുവരുന്ന ആശയങ്ങൾ നിങ്ങൾ തള്ളല്ലേ, ആ നബിയെ നിങ്ങൾ നിസ്സാരപ്പെടുത്തല്ലേ. വഇദാ ഖീല ലഹുമുത്തഖൂ മാ ബൈന ഐദീകും, അവരെ മുന്നിലുള്ള മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും
തങ്ങൾ കൊണ്ടുവന്നതിനെയും നന്നായി സൂക്ഷിക്കണേ എന്നവരോട് പറയപ്പെട്ടാൽ ഖൽഫക്കും അവരുടെ പിന്നിലുള്ള പുനർജന്മവും അതുപോലെ തന്നെ ജീവിച്ചതിന് ശേഷമുള്ള മരണത്തിന് ശേഷമുള്ള ജീവിതവും ഹസ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയും സൂക്ഷിച്ച് നീങ്ങണേ എന്നവരോട് പറയപ്പെട്ടാൽ അങ്ങനെ നിങ്ങൾ റസൂലുള്ളാഹിനെ സൂക്ഷിക്കേണ്ടതുപോലെ സൂക്ഷിച്ച് അവിടുന്ന് പഠിപ്പിച്ചതനുസരിച്ച് അവിടുത്തെ ആദരവ് നൽകി ജീവിച്ചാൽ അതുപോലെ തന്നെ അതാ നിങ്ങളുടെ പിന്നിൽ വരാൻ പോകുന്ന പാരത്രിക ലോകം ചിന്തിച്ച് നിങ്ങൾ ജീവിക്കാനൊരുങ്ങിയാൽ ലഅല്ലക്കും തുർഹമൂൻ നിങ്ങൾക്കതാ പടച്ച റബ്ബിന്റെ കാരുണ്യം ലഭിക്കും. ഇങ്ങനെ പറയപ്പെട്ടാൽ അവരതാ സ്വീകരിക്കാൻ തയ്യാറില്ല, അവരനുസരിക്കാൻ തയ്യാറില്ല. ആ കൂട്ടരുടെ സ്വഭാവം അങ്ങനെയാണ്. മറ്റൊരു തഫ്സീർ വൈദാ ഖീല ലഹുമുത്തഖൂ മാ ബൈന ഐദീകും വമാ ഖൽഫകും, അതേ അവരുടെ മുന്നിലുള്ളതും പിന്നിലുള്ളതും, അതേ അവരുടെ മുന്നിൽ അവർക്കത് അനുഭവിക്കാനുള്ള ജീവിതം, പിന്നിൽ കഴിഞ്ഞുപോയ ജീവിതം, അതുപോലെ തന്നെ അവരുമായി ബന്ധപ്പെട്ട മുഴുവൻ വിഷയങ്ങളും നിങ്ങളൊന്ന് ശ്രദ്ധിച്ചുകൊണ്ട് അതെല്ലാം നിങ്ങൾക്ക് ഗുണകരമായ രൂപത്തിൽ നീക്കണേ എന്നവരോട് പറയപ്പെട്ടാൽ ദുന്യാവും നിങ്ങൾ ആലോചിക്കണം, ആഖിറവും നിങ്ങൾ ആലോചിക്കണം. അങ്ങനെ ദുന്യാവും ആഖിറവും രണ്ടും നിങ്ങൾ സൂക്ഷിച്ച് ജീവിക്കണേ എന്നവരോട് പറയപ്പെട്ടാൽ അതുപോലെ നിങ്ങളെ മുന്നിലുള്ള മരണം നിങ്ങൾ ചിന്തിക്കണേ, നിങ്ങളെ പിന്നിൽ കഴിഞ്ഞു പോകുന്ന കാലം അത് നിങ്ങൾ സൂക്ഷിക്കണേ. ഇങ്ങനെയൊക്കെ അവരോട് ഏത് വിഷയം പറഞ്ഞാലും അവരത് സൂക്ഷിക്കാൻ തയ്യാറില്ല, അവർ പിന്തിരിഞ്ഞു പോവുകയാണ്. എന്നിട്ട് അല്ലാഹ് പറയാണ് വമാ തഅതീഹിം മിൻ ആയത്തിൻ മിൻ ആയാതി റബ്ബിഹിം ഇല്ലാ കാനൂ അൻഹാ മുഅ്രിദീൻ. ഏത് ദൃഷ്ടാന്തം, ഏത് തെളിവ് അവർക്കതാ വന്നാലും അതേ ഇല്ല കാനൂ അൻഹാ മുഅ്രിദീൻ, സർവ തെളിവുകളെയും അവരതാ അവഗണിച്ചങ്ങ് മാറ്റിക്കളയുന്നു. ഒരു തെളിവും അവർ സ്വീകരിക്കാൻ തയ്യാറില്ല. സത്യത്തിന്റെ പക്ഷത്ത് നിൽക്കാത്ത മനുഷ്യരുടെ സ്വഭാവമാണത്. ഏത് തെളിവ് കൊടുത്താലും തെളിഞ്ഞിട്ടില്ല, തെളിവ് പറഞ്ഞിട്ടില്ല, തെളിഞ്ഞിട്ടില്ല എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അതവരുടെ സ്വഭാവമാണ്. ഖുർആൻ പറഞ്ഞില്ലേ വഖാലൂ ലൗലാ ഉൻസില ആയാത്തും മിർ റബ്ബിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമായ തെളിവുകൾ ഇങ്ങനെ കൊടുക്കുമ്പോ അവരുടെ പറയുന്നത് എന്താണ്? എന്തേ റബ്ബിന്റെ അടുക്കന്നുള്ള ആയാത്ത് ഇറക്കപ്പെടാത്തത്? അല്ലാഹു പറയുന്നു ഖുൽ പറയൂ നബിയേ ഇന്നമലായാതു ഇൻദല്ലാഹ്, ദൃഷ്ടാന്തങ്ങളൊക്കെ അല്ലാഹുവിങ്കലാണ്. വഇന്നമാന നദീറും മുബീൻ, വ്യക്തമായ തെളിവുകൾ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്ന് നിങ്ങളെ താക്കീത് ചെയ്യാൻ വന്നവനാണ് ഞാൻ. അതുകൊണ്ട് തന്നെ വ്യക്തമായ താക്കീതുകാരനാണ് ഞാൻ. ഞാൻ പറയുന്നത് സത്യമാണെന്നതിനും എന്റെ ആശയം സത്യമാണെന്നതിനും വ്യക്തമായ തെളിവുകൾ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. അവലം യക്ഫിഹിം അന്നാ അൻസൽനാ അലൈക്കൽ കിതാബ യുത്ലാ അലൈഹിം ഇന്ന ഫീ ദാലിക ലറഹ്മ വദിക്റാ ലിഖൗമിൻ യുഅ്മിനൂൻ. ഈമാനിലേക്ക് വരാൻ മനസ്സുറച്ചു പോയിട്ടില്ലാത്ത നല്ല ജനങ്ങളാണെങ്കിൽ, ചിന്തിക്കുന്ന ജനങ്ങളാണെങ്കിൽ അവർക്കൊക്കെയും അനുഗ്രഹമായും പാഠമായും ഓ നബിയെ അങ്ങയിലേക്ക് ഓതപ്പെടുന്ന നമ്മളെ കിതാബായ ഖുർആനില്ലേ, അത് തന്നെ തെളിവിന് ധാരാളം പോരെ. ഇന്നും സഹോദരന്മാരെ, ഈ ആധുനിക യുഗത്തിലും ഞാൻ പറഞ്ഞില്ലേ, ഈ ആധുനിക യുഗത്തിൽ കണ്ടുപിടിക്കപ്പെട്ട വാഹനങ്ങളെ സംബന്ധിച്ച് അത് 1400ഓളം കൊല്ലം മുമ്പ് പരിശുദ്ധ ഖുർആനിൽ പരാമർശിച്ചു എന്ന് വന്നാൽ, ഈ ഖുർആൻ ഒരു സാധാരണ ഗ്രന്ഥമാണോ? ഇതൊരു സാധാരണ മനുഷ്യന് കൊണ്ടുവരാൻ കഴിയുന്നതാണോ? ഇതൊരു സാധാരണ വിവരമാണോ? ആർക്കാണ് ഇത് മനസ്സിലാക്കാൻ കഴിയാത്തത്? അത് തന്നെയാണ് അല്ലാഹ് പറയുന്നത് വമാ തഅതീഹിം മിൻ ആയത്തിൻ മിൻ ആയാതി റബ്ബിഹിം ഇല്ലാ കാനൂ അൻഹാ മുഅ്രിദീൻ. ഏത് തെളിവ് അവർക്ക് വന്നാലും അവരതാ അതങ്ങ് തള്ളിക്കളയുന്നു. നേരത്തെ പറഞ്ഞില്ലേ സുഹൃത്തുക്കളെ, യാ ഹസ്റത്തൻ അലൽ ഇബാദ് മാ യഅതീഹിം മിർ റസൂലിൻ ഇല്ലാ കാനൂ ബിഹി യസ്തഹ്സിഊൻ.
റസൂൽ, എത്ര ദൃഷ്ടാന്തം കാണിക്കുന്ന റസൂല് വന്നാലും, എത്ര നല്ല ആശയത്തിലേക്ക് പ്രബോധനം നടത്തുന്ന വ്യക്തി വന്നാലും ആ വന്ന വ്യക്തികളെ പരിഹസിക്കലാണ് അവരെ സ്വഭാവം. അതുപോലെ ഏത് തെളിവ് കൊണ്ടുവന്നാലും ആ തെളിവ് അംഗീകരിക്കാതെ തെളിഞ്ഞിട്ടില്ലെന്ന് പറയലാണ് അവരെ സ്വഭാവം. ഇന്നും നിങ്ങൾ കാണുന്നില്ലേ, വ്യക്തമായ തെളിവ് പറയുന്ന ആളുകളെ അങ്ങ് പരിഹസിച്ച് സുയിപ്പാക്കി ചിരിപ്പിക്കലും അവരെ കളിയാക്കലുമല്ലേ സത്യത്തിന്റെ വിരോധികൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ കൊടുക്കുന്ന തെളിവുകളായിട്ടില്ലെന്ന് ഖുർആൻ വരെ തെളിവുദ്ധരിച്ചിട്ടും പിഴച്ചുപോയ കക്ഷികൾ തെളിവായിട്ടില്ലെന്നല്ലേ പറഞ്ഞത്. അത് പിഴച്ചുപോയ കക്ഷികളുടെ സ്വഭാവം ഏത് കാലഘട്ടത്തിലും അത് തന്നെയാണ്. എന്നാലോ അവർ ചിലപ്പോൾ സത്യത്തിന്റെ വക്താക്കൾ പിഴച്ചുപോയി എന്ന് വാദിക്കുകയും ചെയ്യും. അതെന്താണ് അവരുടെ സ്വഭാവം? ഖുർആൻ അതിലേക്കാണ് ശേഷം വിരൽ ചൂണ്ടുന്നത്. വൈദാ ഖീല ലഹും അൻഫിഖൂ മിമ്മാ റസഖകുമുല്ലാഹു ഖാലല്ലദീന കഫറൂ ലില്ലദീന ആമനൂ അനുത്ഇമു മൻ ലൗ യശാഉല്ലാഹു അത്അമ ഇൻ അൻതും ഇല്ലാ ഫീ ളലാലിൻ മുബീൻ. ഇദാ ഖീല ലഹും ഇത്തഖൂ, നിങ്ങൾ മുന്നിലുള്ളതും പിന്നിലുള്ളതും ഒക്കെ സൂക്ഷിച്ച്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിഗണിച്ച് സൂക്ഷിച്ച് അവിടുത്തെ അനുസരിച്ച് ജീവിക്കണം എന്ന് പറഞ്ഞപ്പോൾ അവർ തിരിഞ്ഞു കളഞ്ഞു. അങ്ങനെ അള്ളാഹുവിനോടുള്ള കടപ്പാടും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള കടപ്പാടും അവർ വീട്ടിയില്ല എന്ന് ആദ്യം പറഞ്ഞല്ലോ. അതിന് ശേഷം അല്ലാഹു പറയാണ്, എന്നാ ജനങ്ങളോടുള്ള കടപ്പാട് വീട്ടാൻ ഇവർ തയ്യാറുണ്ടോ? പിഴച്ചുപോയ കക്ഷികൾ ജനങ്ങളോടുള്ള കടപ്പാട് വീട്ടാൻ തയ്യാറുണ്ടോ? അതുമില്ല. അതാണ് വൈദാ ഖീല ലഹും, അവരോട് പറയപ്പെട്ടാൽ അൻഫിഖൂ മിമ്മാ റസഖകുമുല്ലാഹ്, അല്ലാഹു തആല നിങ്ങൾക്ക് തന്നതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കണേ. ഖാലല്ലദീന കഫറൂ ലില്ലദീന ആമനൂ, അതാ വിശ്വാസികൾ വിശ്വസിച്ചവരോടൊപ്പം പറയാണ്. എന്താ അവരെ വാദം എന്നറിയോ? അനുതഇമു മൻ ലൗ യശാഉല്ലാഹു അത്അമ ഇൻ അൻതും ഇല്ലാ ഫീ ളലാലിൻ മുബീൻ. അതേ ചെലവഴിക്കണമെന്ന് ഉറുതി പറയുന്ന വാദ് പറയുന്ന നിങ്ങൾ പിഴച്ചു പോയവരാണ്, നിങ്ങൾ വ്യക്തമായ പിഴവിലാണ്. എന്തേ ചെലവഴിക്കണം എന്ന് പറയുമ്പോൾ പിഴവിലാണെന്ന് പറയാൻ അവരെ ന്യായം കേട്ടാ പെട്ടെന്ന് വിവരമില്ലാത്തവൻ വിട്ടുപോകും. ഏത് പിഴച്ച വാദത്തിന്റെ സ്വഭാവം അങ്ങനെ. പിഴച്ച വാദങ്ങൾ പെട്ടെന്ന് കേട്ടാൽ അതാണോ ശരിയെന്ന് പെട്ടെന്ന് തോന്നിപ്പോവും. പിഴച്ചുപോയവന്റെ വാദം പെട്ടെന്ന് കേട്ടാൽ ശരിയാണെന്ന് തോന്നിപ്പോ. അങ്ങനെയാണ് ബുദ്ധിയും വിവരമില്ലാത്ത ആളുകൾ അതിൽ പെട്ടുവന്നത്. അതാണ് ഖുർആൻ ഇവിടെ പറയുന്നത്. ന്യായം ചോദിക്കും. നിങ്ങൾ കേട്ടില്ലേ ഒരു ചങ്ങാതിന്റെ ന്യായം? എന്താ ന്യായം? ചത്തതോ തിന്നാൻ നല്ലത്, അർത്ഥതോ തിന്നാൻ നല്ലത്? ഏതാവനല്ലേ? ചത്തതോ അർത്ഥതോ ഏതാണ്ട്? അർത്ഥതാണ്. അപ്പോ ഒരുത്തന്റെ ചോദ്യം, അർത്ഥത് നിങ്ങൾ കൊന്നതല്ലേ, ചത്തത് അള്ള നേരിട്ട് കൊന്നതല്ലേ? അപ്പൊ അള്ള നേരിട്ട് കൊന്നതല്ലേ നിങ്ങൾ കൊന്നതിനേക്കാണ് നല്ലത്? ഒരുത്തന്റെ ന്യായമാണ്. പക്ഷേ ഈ വിവരം കെട്ടവൻ മനസ്സിലാക്കിയില്ല. അറുത്താലും ചത്താലും രണ്ട് സ്ഥലത്തും റൂഹിനെ പിടിക്കുന്നത്, അതേ അവിടെ തന്നെ അതാ റൂഹിനെ പിടിക്കുന്നത് അല്ലാഹുവിന്റെ ഉദ്യോഗസ്ഥന്മാരായ മലക്കുകളാണെങ്കിൽ തന്നെ ഖലഖൽ മൗത വൽ ഹയാത്ത്, രണ്ട് സ്ഥലത്തും മൗത്തിനെ പടക്കുന്നതും ഹയാത്തിനെ പടക്കുന്നതും അള്ളയാണ്. അവിടെ വ്യത്യാസമില്ല. ഏതുപോലെ മരുന്ന് കൊണ്ട് രോഗം മാറിയാലും, അതേ മരുന്ന് കൊണ്ട് രോഗം മാറിയാലും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുപ്പായം കഴുകിയ വെള്ളം കുടിച്ചിട്ട് രോഗം മാറിയാലും, അവിടുത്തെ മുടിയിട്ട വെള്ളം കുടിച്ച് രോഗം മാറിയാലും, അമ്പിയാക്കൾ ഔലിയാക്കൾ കറാമത്ത് മുഖേന രോഗം മാറിയാലും, രണ്ട് സ്ഥലത്തും ശിഫായിനെ പടക്കുന്നവൻ അള്ളയാണ്. അതുപോലെ തന്നെ സുഹൃത്തുക്കളെ, അതേ ഡോക്ടർ രക്ഷിച്ചാലും ഔലിയാക്കൾ രക്ഷിച്ചാലും അമ്പിയാക്കൾ രക്ഷിച്ചാലും എവിടെയും രക്ഷയെ പടക്കുന്നവൻ അള്ളയാണ്. അപ്പൊ അള്ളയല്ലാതെ പടക്കുന്നവനില്ല, അള്ളയല്ലാതെ കൊടുക്കുന്നവനില്ല, അള്ളയല്ലാതെ തടയുന്നവനില്ല. ഇത് മനസ്സിലാക്കാൻ കഴിയാത്ത വിഡ്ഢിയാ ചോദിച്ചത് അറുത്തതിനേക്കാൾ നല്ലത് ചത്തതല്ലേ? ഇതുപോലത്തെ ന്യായങ്ങളാണ് പെട്ടെന്ന് കേട്ടാ തോന്നും ശരിയാണ്. അങ്ങനെ അങ്ങ് പിഴച്ചു പോകും. അത് പിഴവിന്റെ സ്വഭാവമാണ്. ഇതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആൻ പിഴച്ചുപോയ കക്ഷികൾ പറഞ്ഞ ഒരു ദുർന്യായമാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. എന്താണത്? ഇദാ ഖീല ലഹും അൻഫിഖൂ, അവരോട് പറയപ്പെട്ടാൽ നിങ്ങൾ ചെലവഴിക്കുവീൻ മിമ്മാ റസഖകുമുല്ലാഹ്, അല്ലാഹു തആല നിങ്ങൾക്ക് തന്നതിൽ നിന്ന് ചെലവഴിക്കുവീൻ. അർത്ഥവത്തായ ഒരു വാചകമാണത്. അല്ല നിങ്ങൾക്ക് തന്നതിൽ നിന്ന് എന്താ തന്നത് എന്ന് പറഞ്ഞിട്ടില്ല. കാരണം നിങ്ങൾക്ക് അല്ല എന്തൊക്കെ തന്നിട്ടുണ്ടോ അതിൽ നിന്നൊക്കെ ചെലവഴിക്കണം. നിങ്ങൾക്ക് അല്ല എന്തൊക്കെ തന്നിട്ടുണ്ടോ അതിൽ നിന്നൊക്കെ ചെലവഴിക്കണം.
പണ്ഡിതന്മാർ അല്ലാഹു തആല അവർക്ക് കൊടുത്തത് ഇൽമാണ്. ആ ഇൽമ് ചെലവഴിക്കണം, മൂടി വെക്കാൻ പാടില്ല. അത് പരസ്യമായി അവര് വിതരണം ചെയ്യണം. അത് പണ്ഡിതന്മാരെ കർത്തവ്യമാണ്. ആരോഗ്യമുള്ളവരെ, നിങ്ങൾ ആരോഗ്യം അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ചെലവഴിക്കണം. ചെറുപ്പക്കാരെ, നിങ്ങളെ യുവത്വം അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ചെലവഴിക്കണം. ഓ പണക്കാരെ, നിങ്ങളെ പണം അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ചെലവഴിക്കണം. അങ്ങനെ ഓരോരുത്തരും ആരും ഒഴിവല്ല. സ്വാധീനമുള്ളവരെ, നിങ്ങളെ സ്വാധീനം അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ചെലവഴിക്കണം. അങ്ങനെ തുടങ്ങി ലോകത്ത് ആർക്കെന്ത് അല്ലാഹു കൊടുത്തിട്ടുണ്ടോ അതൊക്കെയും അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി അല്ലാഹു പറയുന്ന കാര്യത്തിൽ ചെലവഴിക്കാനാണ്. അതാണ് അല്ലാഹു പറയുന്നത്, വൈദാ ഖീല ലഹും, അതേ വൈദാ ഖീല ലഹും അൻഫിഖൂ മിമ്മാ റസഖകുമുല്ലാഹ്, അല്ലാഹു നിങ്ങൾക്ക് തന്നതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കണേ എന്നവരോട് പറയപ്പെട്ടാൽ, ഈമാനില്ലാത്ത, ഈമാനിന് ഭാഗ്യം ലഭിക്കാത്തവരോട് പറയപ്പെട്ടാൽ, വല്ലാത്തൊരു വാക്കാ. എന്താ പറഞ്ഞത്? നിങ്ങൾ ചെലവഴിക്കണേ എന്നല്ല പറഞ്ഞത്. നിങ്ങൾ ചെലവഴിക്കണേ എന്നല്ല പറഞ്ഞത്. പിന്നെ അല്ലാഹു നിങ്ങൾക്ക് തന്നതിൽ നിന്ന് ചെലവഴിക്കണേ. നിങ്ങൾ കൊടുക്കാൻ പറഞ്ഞില്ല, നിങ്ങളതൊന്നും കൊടുക്കാൻ പറഞ്ഞില്ല. നിങ്ങൾക്ക് അല്ലാഹു തന്നതിൽ നിന്ന് ചെലവഴിക്കണേ. അപ്പൊ നിങ്ങളെ കയ്യില് തന്നേൽപ്പിച്ചവൻ നിങ്ങളോട് ആജ്ഞാപിക്കുകയാണ്, നിങ്ങൾ അതിൽ നിന്ന് ചെലവഴിക്കണേ. അപ്പൊ അവരെ മറുപടി എന്താണ്? മറുപടി കടുത്ത മറുപടിയാണ്. എന്താ അവരെ മറുപടി? അല്ലാഹു പറയാണ്, ഖാലല്ലദീന കഫറൂ ലില്ലദീന ആമനൂ, അവിശ്വസിച്ച ജനങ്ങൾ വിശ്വസിച്ച ജനങ്ങളോട് പറയുകയാണ്. അതേ, അല്ലാഹുവിൽ വിശ്വാസമില്ലാത്ത ജനങ്ങൾ തോൽക്കുമ്പോ അല്ലാഹ് ആകാശവും ഭൂമിയും പഠിച്ചതൊക്കെ പറയും, ശരിയായ വിശ്വാസമില്ല. ആ കക്ഷികൾ, ആ അവിശ്വാസികൾ പറയും, വിശ്വസിച്ചവർ ആരാ? വിശ്വസിച്ചവര് അല്ലാഹുവിൽ വിശ്വസിച്ചവരാരാ? അത് ഇമാം ബുഖാരി റിപ്പോർട്ടിന് ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അത്തദ്റൂന മൽ ഈമാനു ബില്ലാഹ്, അല്ലാഹുവിലുള്ള വിശ്വാസം എന്ന് പറയുന്നത് എന്തിനാണെന്ന് അവിടുന്ന് ചോദിച്ചു. എന്നിട്ട് അവിടുന്ന് തന്നെ പറഞ്ഞു, ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, അത് വിശ്വസിച്ച് പ്രഖ്യാപിക്കലാണ് അല്ലാഹുവിലുള്ള വിശ്വാസം. അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കളെ, അബൂജഹലിന് അല്ലാഹുവിൽ വിശ്വാസം ഉണ്ടായിട്ടില്ല, ഉത്ബത്തിന് വിശ്വാസം ഉണ്ടായിട്ടില്ല. കാരണം സഹീഹുൽ ബുഖാരിയിലെ ഹദീസാണ്, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതാണ്, അല്ലാഹുവിലുള്ള വിശ്വാസം എന്ന് പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന വിശ്വാസമാണ്. പടച്ചവനാണ് ആകാശവും ഭൂമിയും പടച്ചത് എന്ന് പറഞ്ഞതുകൊണ്ട് അല്ലാഹുവിലുള്ള വിശ്വാസമാകൂല. മുതഅല്ലിമീങ്ങൾക്കറിയാമല്ലോ അല്ലാഹ് എന്ന വാചകത്തെ കുറിച്ച് അവർ ചെറിയ കിതാബുകളിൽ തന്നെ ഓതുമ്പോൾ പഠിച്ചത് അലമുൽ നിസാത്തിൽ വാജിബിൽ മുജൂദ് അൽ ജാമിഇ സിഫാത്തിൽ കമാൽ, പരിപൂർണതയുടെ മുഴുവൻ വിശേഷണങ്ങളും ഒത്തിണങ്ങിയ അതേ അസ്തിത്വം നിർബന്ധമായ ആ റബ്ബിന്റെ പേരല്ലേ അല്ലാഹ്. അപ്പൊ അല്ലാഹ് എന്ന വാക്ക് തന്നെ അവന്റെ പരിപൂർണത മുഴുവനും വിളിച്ചോതുന്ന പേരാണ്. ആ പേരുണ്ടോ അതിന്റെ അർത്ഥത്തിൽ വിശ്വസിച്ചിരിക്കുന്ന മുശ്രിക്കീങ്ങൾ ഇരിക്കട്ടെ. ആ അവിശ്വാസികളെ മറുപടി ഖുർആൻ പറയുകയാണ്, ഖാലല്ലദീന കഫറൂ ലില്ലദീന ആമനൂ അനുഖഇമു മല്ലൗ യശാഉല്ലാഹു അത്അമ, അല്ലാഹു തആല ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാഹ് അവർക്ക് ഭക്ഷണം കൊടുക്കും. അങ്ങനെ അല്ലാഹ് ഉദ്ദേശിക്കാത്തതുകൊണ്ട് അവൻ ഭക്ഷണം കൊടുത്തില്ല കുറെ ആളുകൾക്ക്. അവർക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കാനോ? പടച്ചോൻ അവർക്ക് ഭക്ഷണം കൊടുക്കാൻ ഉദ്ദേശിച്ചില്ല. സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ അല്ലാഹ് ഉദ്ദേശിക്കാത്തതുകൊണ്ടല്ലേ കൊടുക്കാതിരുന്നത്. പിന്നെ നമ്മൾ കൊടുത്താൽ പടച്ചോന്റെ ഉദ്ദേശത്തിനെതിരായി പോകൂലേ? പടച്ചോനെ മറികടക്കല, ഓവർടേക്ക് ചെയ്യലാവൂലേ? അല്ലാഹ് സാധുക്കൾക്കൊന്നും ഭക്ഷണം കൊടുത്തില്ലല്ലോ. പിന്നെ നമ്മൾ മുതലാളിമാരോട് നിങ്ങൾ ചെലവഴിക്കണോ എന്ന് പറഞ്ഞാൽ അപ്പൊ പിന്നെ അതാ പടച്ചവൻ കൊടുക്കാൻ വിചാരിക്കാത്തവർക്ക് നമ്മൾ കൊടുക്കലാവൂലേ? അതുകൊണ്ട് ഇന്നന്തും ഇല്ലാഫി വലാലി മുബീൻ, കൊടുക്കണോന്ന് വയല് പറയുന്ന മൊയ്ലിയാരെ, കൊടുക്കണോന്ന് വയല് പറയുന്ന മനുഷ്യ, നിങ്ങൾ കടുത്ത പേച്ചു പോയിരിക്കുന്നു. നിങ്ങൾ മനസ്സിലാക്കിയോ? പിഴച്ചുപോയ മനുഷ്യന്മാർ എപ്പോഴും സത്യത്തിലുള്ള ആളുകൾ പിഴച്ചുപോയി എന്ന് പറയും, അത് ആവർത്തിച്ച് പറയും. അത് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇന്നന്തും ഇല്ലാഫി വലാലി മുബീൻ, വാസ്തവത്തിൽ പിഴച്ചതാരാണ് ഇൻഷാ അല്ലാഹ് ഞാനങ്ങ് തെളിയിച്ചു തരാം. വാസ്തവത്തിൽ ഈ മുറികണ്ട ന്യായമുണ്ടല്ലോ, ആ ന്യായം അസ്ഥാനത്താണ് കേട്ടോ. ബുദ്ധിയുള്ളവരുടെ മുമ്പിൽ അസ്ഥാനത്താണ് കേട്ടോ. ഒരു ബുദ്ധിയുള്ളവരും അംഗീകരിക്കാൻ കഴിയാത്ത മുറിയൻ ന്യായമാണത്. എന്താ പറഞ്ഞത്? ഇപ്പോ പറഞ്ഞത് നിങ്ങൾ കടുത്ത പേവില, വ്യക്തമായ പേവില. കാരണം ആ പടച്ചവും ഭക്ഷണം കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഉദ്ദേശിക്കാത്ത കക്ഷികൾക്ക് നമ്മൾ കൊടുക്കുകയോ? അപ്പൊ പടച്ചോനെ
ഓവർടേക്ക് ചെയ്യാവൂലേതാ. ന്യായം കേട്ടുമ്പോൾ തൽക്കാലം മോശമില്ലാന്ന് തോന്നില്ലേ കുട്ടികളെ? ന്യായല്ലേ എന്ന് തോന്നില്ലേ? എന്നാൽ നിങ്ങളൊന്ന് ചിന്തിക്കൂ. അവിടെ രണ്ട് കാര്യം ഒന്നാദ്യം പറയാം. അല്ല പറഞ്ഞത് എന്തായാലും ഭക്ഷണം കൊടുക്കണമെന്നല്ലല്ലോ പറഞ്ഞ് അൻഫിഖൂ മിമ്മാ റസഖക്കുമുല്ലാഹ്, അല്ല നിങ്ങൾക്ക് തന്നതിൽ ചെലവഴിക്കണമെന്നാ പറഞ്ഞു. അവിടെ ഭക്ഷണമെന്ന് പറഞ്ഞിട്ടില്ലല്ലോ അല്ല. പിന്നെ ഇവരെന്തിനാ ഭക്ഷണമെന്ന് പറഞ്ഞത്? കുതന്ത്രം പ്രയോഗിക്കുന്നവരും ചിലപ്പോൾ വാചക കസറത്ത് നടത്തും. അതിൽപ്പെട്ടൊരു വാചക കസറത്താണ് എന്ത്? അനുതഇമു മല്ലൗ യശാഉല്ലാഹു അത്അമ. എന്തേ കാരണം? ചെലവഴിക്കണോന്ന് പറയുമ്പോ അല്ല കൊടുക്കാത്തവർക്ക് നമ്മൾ ചെലവഴിക്കണോന്നല്ല ചോദിച്ചത്. പിന്നെ അല്ല ഭക്ഷണം കൊടുക്കാത്തവർക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കണോന്ന് ചോദിച്ചത്. അതെന്താ? അല്ല ഭക്ഷണം കൊടുക്കാൻ ഉദ്ദേശിക്കാത്തവർക്ക് നമ്മൾ കൊടുക്കണോന്ന് എന്താ കാരണം ചോദിച്ചാൽ, ഏത് കൊടുക്കാത്തവനും കൊടുക്കുന്ന ഒരു സാധനമാണ് ഭക്ഷണം. ഏത് കൊടുക്കാത്തവനും നിങ്ങൾക്കറിയില്ലേ? ഒരിക്കലും കൊടുക്കാത്തവനും ബാപ്പ മരിച്ചാലും ഭക്ഷണം കൊടുക്കൂലേ? അതുപോലെ തന്നെ മക്കൾ മരിച്ചാലും ഒരു അഖീഖത്ത് തറക്കൂലേ? അങ്ങനെ ഏത് കൊടുക്കാത്തവനും കൊടുക്കൂല ഭക്ഷണം. ആ ഭക്ഷണം പോലും കൊടുക്കൂല എന്ന് വാദിക്കുന്ന ഒരു കൂട്ടരാണ് ഇവര്. അതാണ് അല്ലാഹു തആല സൂചിപ്പിക്കുന്നത്. നിങ്ങൾ ചെലവഴിക്കണോ എന്ന് പറയുമ്പോ അതാ പടച്ചവും ഭക്ഷണം കൊടുക്കാൻ ഉദ്ദേശിക്കാത്തവർക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കുകയോ എന്നാണ് അവരുടെ ചോദ്യം. കാരണം ഏറ്റവും കൂടുതൽ മനുഷ്യൻ കൊടുക്കാൻ ആഗ്രഹിക്കുന്ന വസ്തുവാണ് ഭക്ഷണം. ഒന്ന്. അതുകൊണ്ടാണല്ലോ ഫത്ഹുൽ മുഈനിൽ ഏറ്റവും ബഹുമാനമുള്ള സദഖ വെള്ളം കഴിഞ്ഞാൽ ഭക്ഷണം, പിന്നെയാ ബാക്കിയുള്ളത് എന്ന് പറഞ്ഞത് വെറുതെയല്ല. ഓ ഉമ്മമാരെ, മുഅല്ലിമീങ്ങൾക്കും മുതഅല്ലിമീങ്ങൾക്കൊക്കെ ഭക്ഷണം കൊടുക്കുന്ന പതിവില്ലേ? അതേ ആ ഭക്ഷണം കൊടുക്കുന്നത് നിങ്ങളെ മക്കളെ പഠിപ്പിക്കുന്ന വകയിലാണെങ്കിലും അത് കൊടുക്കാൻ നല്ല ഉത്സാഹമുള്ള ചില ഉമ്മമാരുണ്ട്. ചിലർക്കൊരു തോന്നലുണ്ട് അതൊക്കെ മൊയ്ലിയാന്മാർക്ക് തിന്നാനാണ്, നല്ല നിങ്ങളെ മക്കളെ പഠിപ്പിക്കാനാണ്. നിങ്ങളെ മക്കളെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ കൊടുക്കുന്നതല്ലാതെ വെറുതെ കൊടുക്കുന്നതല്ല. അതവിടെ ഇരിക്കട്ടെ, ഇപ്പൊ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പക്ഷേ ഭക്ഷണം കൊടുക്കുക എന്നത് വലിയൊരു മാന്യതയാണ്. അതിനെ ചോദ്യം ചെയ്യുന്നവൻ ലോകത്തെ ഏറ്റവും മാനം കെട്ടവനാണ്. അതുകൊണ്ടാണ് സുഹൃത്തെ, അതാ ഒരു 10,000 ഉറുപ്പിക കൊടുക്കണമെന്ന് പറഞ്ഞപ്പോ ഒരാൾ മറുപടി 10 പൈസയും കൊടുക്കൂല എന്ന് പറഞ്ഞാൽ ഒന്നും കൊടുക്കൂല എന്നാണ് അതിന്റെ മാന. ഇതേ മാനക്കാണ് ഇവരെയും മറുപടി. നിങ്ങൾക്ക് അല്ല തന്നതിൽ നിന്ന് ചെലവഴിക്കണമെന്ന് പറയുമ്പോ തന്നയിൽ നിന്ന് ചെലവഴിക്കൽ പോട്ടെ, ഭക്ഷണം തന്നെ കൊടുക്കൂല എന്നാ ഇവർ പറയുന്നത്. 10 പൈസയും കൊടുക്കൂല എന്ന് പറഞ്ഞ മാതിരിയാണ്. ഭക്ഷണം പോലും കൊടുക്കൂല. കാരണം പടച്ചവൻ ഭക്ഷണം കൊടുക്കാൻ ഉദ്ദേശിക്കാത്തവർക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കണോ? ഇതാണ് അവരെ ന്യായം, സാധുക്കളെ സഹായിക്കുന്നതിനെതിരെയുള്ള ന്യായം. എന്നാ സുഹൃത്തുക്കളെ, നിങ്ങൾ അള്ളാന്റെ വാക്കൊന്ന് ചിന്തിക്കൂ. അല്ലെന്താ പറഞ്ഞത്? അതെ, അൻഫിഖൂ, നിങ്ങൾ ചെലവഴിക്കണേ, മിമ്മാ റസഖക്കുമുല്ലാഹ്, അല്ല തന്നതിൽ നിന്ന് ചെലവഴിക്കണേ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഒരു മുതലാളി അല്ലെങ്കിൽ ഒരു ഭരണാധികാരി, അയാളെ ഖജനാവിൽ ധാരാളം ഉണ്ട്. അതിൽ കുറച്ചെടുത്തിട്ട് ഒരാളെ കൈ കൊടുത്തു, വേറൊരാളെ കയ്യിൽ ഒന്നും കൊടുത്തില്ല. എന്നിട്ട് ഈ കൊടുത്തവനോട് പറഞ്ഞു, നിന്റെ അടുത്ത് ഞാൻ തന്നതിൽ നിന്ന് കുറച്ച് അയാൾക്കും കൊടുക്കണേ എന്ന് പറഞ്ഞു. അപ്പൊ അവന്റെ ന്യായം നിങ്ങളെ ഖജനാവിന് ധാരാളം ഉള്ളപ്പോ പിന്നെന്തിനാ നിങ്ങൾ എന്നോട് കൊടുക്കാൻ പറഞ്ഞത്? നിങ്ങൾക്ക് എന്നെ കൊടുത്താ പോരെ? നിങ്ങളെ ഖജനാവിൽ ധാരാളം ഉള്ളപ്പോ നിങ്ങൾക്ക് എന്നെ കൊടുത്താ പോരേ? ഓ സുഹൃത്തുക്കളെ, ധിക്കാരിയല്ലേ അവന് കൊടുത്ത രാജാവല്ലേ പറഞ്ഞത് ഞാൻ തന്നതിൽ നിന്ന് കുറച്ച് നീ കൊടുക്കണേ. അപ്പൊ അവൻ ആ രാജാവിനെ ചോദ്യം ചെയ്യുന്ന ധിക്കാരമല്ലേ അത്? പടച്ചവന്റെ ഓർഡർ എന്താണ്? നിങ്ങൾക്ക് ഞാൻ തന്നു, അവന് കൊടുക്കാനും നിങ്ങളെ കയ്യിൽ തന്നിട്ടുണ്ട്, നിങ്ങളെ ആവശ്യത്തിനും തന്നിട്ടുണ്ട്. അവിടെ നിങ്ങളെ ആവശ്യം കഴിച്ച് ബാക്കിയുള്ളതിൽ നിന്ന് മറ്റവന് നിങ്ങൾ കൊടുക്കണേ എന്ന് പറയുമ്പോ എന്തേ നിങ്ങളെ ഖജനാവിൽ ധാരാളില്ലേ, നിങ്ങൾക്ക് എന്നെ കൊടുത്താ പോരെ എന്ന് ചോദിക്കുന്നവൻ തെമ്മാടിയല്ലേ, ധിക്കാരിയല്ലേ, നന്ദിയില്ലാത്തവനല്ലേ അല്ലേ? ഒന്ന്. രണ്ടാമതായി പറയട്ടെ, ഒരു മനുഷ്യനോടൊരു കാര്യം പറഞ്ഞാൽ അടിമക്ക് ഉടമസ്ഥന്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിക്കേണ്ടതുണ്ടോ? ഒരു മുതലാളി ഡ്രൈവറെ വിളിച്ചിട്ട് എടോ വണ്ടി എടുത്തു വെക്കൂന്ന് പറഞ്ഞാൽ അവൻ ആ വണ്ടി എടുത്തങ്ങ് വെച്ചാ പോരെ, പിന്നെ എവിടെ പോകാനാണ് എന്ന് ചോദിക്കേണ്ടതുണ്ടോ? അല്ലെ നിങ്ങൾക്ക് എന്നെ ഡ്രൈവിംഗ് അറിഞ്ഞുകൂടെ എന്ന് ചോദിക്കേണ്ടതുണ്ടോ? ഓ സുഹൃത്തുക്കളെ, വണ്ടി എടുത്ത് അവിടെ വെച്ചാ പോരെ. അതെന്തേ? അതിന്റെ രഹസ്യം ഡ്രൈവറോട് പറയണോ? അതിന്റെ രഹസ്യം സെക്രട്ടറിയോട് പറയണോ? പറയേണ്ടതുണ്ടോ? പറയാൻ പറ്റുന്ന ചില രഹസ്യങ്ങളുണ്ട്, പറയാൻ പറ്റാത്ത ചില രഹസ്യങ്ങളില്ലേ? പറയാൻ പറ്റാത്ത ചില രഹസ്യം, അതെ, ഇമാമിങ്ങൾ അതിന് ഉദാഹരണം വിവരിക്കുന്നു. ഞാൻ എന്റെ വകയിലല്ല ഒന്നും സംസാരിക്കുന്നത്, ഇമാമിങ്ങളിൽ നിന്ന് പഠിച്ചതാണ്.
അതാ ഇമാമിങ്ങൾ വിവരിക്കുന്നു. ഒരു യുദ്ധത്തിന് പോകാൻ വേണ്ടി ഒരുങ്ങുന്ന ഒരു സൈന്യാധിപൻ അദ്ദേഹത്തിന്റെ ഡ്രൈവറെ വിളിച്ചിട്ട് അദ്ദേഹന്റെ വണ്ടി എടുത്ത് വെക്കൂ എന്ന് പറയുമ്പോ ഈ ഡ്രൈവറെ ചോദ്യം, ഇപ്പോഴെന്തിനാ പോകുന്നത്, എന്തിനാ വണ്ടി എടുക്കുന്നത്? അത് ഈ ഡ്രൈവർക്ക് പറഞ്ഞു കൊടുത്താൽ ഈ യുദ്ധത്തിന്റെ രഹസ്യം മുഴുവനും ചിലപ്പോ ചോർന്നു പോകൂലേ. അതുകൊണ്ട് തന്നെ പറയുമ്പോൾ എടുത്തങ്ങ് വെച്ചു കൊടുക്കുകയല്ലാതെ ഡ്രൈവർക്കത് ചോദിക്കേണ്ടതില്ലല്ലോ. ഇതുപോലെ പടച്ച റബ്ബിന്റെ രഹസ്യങ്ങളെ കുറിച്ച് ഇടവിഡ്ഢി നിന്നോട് പറയേണ്ടതുണ്ടോ? നിന്റെ കയ്യിൽ തന്നിട്ട് നീ അനുസരിക്കുന്നുണ്ടോ ഇല്ലേ എന്ന് നിന്നെ തന്നെ പഠിപ്പിക്കാനാണ് കേട്ടോ. നീ അനുസരണമില്ലാത്ത അടിമയാണെന്ന് നിന്നെ തന്നെ പഠിപ്പിക്കാനാ നിന്റെ കയ്യിൽ തന്നിട്ട് നീ കൊടുക്കൂ എന്ന കൽപ്പന, കൊടുക്കൂ എന്ന ഓർഡർ രാജാവ് പുറപ്പെടുവിച്ചത് കേട്ടോ. ഇനിയും ഞാൻ പറയട്ടെ, ഇവന്റെ ഈ ന്യായപ്രകാരം, ഇവന്റെ ഈ അവിശ്വാസിയുടെ ന്യായപ്രകാരം ചോദിക്കട്ടെ, ഇവന് അസുഖമായ ഡോക്ടറെടുത്ത് പോകണോ? പോകാൻ പറ്റൂലല്ലോ. കാരണം പടച്ചവനവനെ രോഗിയാക്കാനല്ലേ തീരുമാനിച്ചത്. അപ്പൊ ഡോക്ടറെടുത്ത് ഇവൻ ചെല്ലുമ്പോ ഡോക്ടർ പറയാണ്, കേട്ടോ അല്ല രോഗിയാക്കാൻ തീരുമാനിച്ചവന്റെ രോഗം ഞാൻ മാറ്റിയാ പറ്റുമോ? അതുകൊണ്ട് നീ എന്തിനാ ഇങ്ങ് കടന്നു വന്നത്? സുബ്ഹാനല്ലാഹ്. ഇവൻ വെള്ളത്തിൽ വീണിട്ട് ഒലിച്ചു പോകുമ്പോ അതാ തോണിക്കാരനെ വിളിക്കുമ്പോ ഇവന്റെ മറുപടി, നീ ഒലിക്കാനാണല്ലോ ഉദ്ദേശിച്ചതെങ്കിൽ നിന്നെ പിടിച്ച് കയറ്റാൻ പറ്റുമോ? അത് മോശമല്ലേ? പടച്ചവൻ ഓവർടേക്ക് ചെയ്യലല്ലേ? ഓ മനുഷ്യ, ഈ അവിശ്വാസിയുടെ വാദത്തിന്റെ അടിത്തറ ചിന്തിച്ചോ മുസ്ലിമേ നീ? ആ അടിത്തറ പോകുന്നത് എവിടെയാണെന്നറിയോ? അല്ലാഹു തആല അവന്റെ ലോകത്തുള്ള ഭരണത്തിൽ ഈ ലോകത്തുള്ള പലർക്കും പലര് മുഖേനയും കൊടുക്കാനാ ഉദ്ദേശിച്ചത്. ആ അല്ലാഹു ഉദ്ദേശിച്ച സൃഷ്ടികളെ നിമിത്തമാക്കാനും ഉപാധിയാക്കാനും വാസിത്തയാക്കാനും അതിന് തുനിയാത്തൊരു കൂട്ടരുണ്ട് ലോകത്ത്. അതല്ലേ മലക്കുകളെ സഹായം വേണ്ട, അമ്പിയാക്കളെ സഹായം വേണ്ട, ഔലിയാക്കളെ സഹായം വേണ്ട, ഇമാമിങ്ങളെ സഹായം കിതാബ് മനസ്സിലാക്കാൻ വേണ്ട, ഞമ്മക്കൊക്കെ പഠിച്ചോട്ടെന്ന് ഡയറക്റ്റ് കിട്ടണോ നിർന്നൊരു കൂട്ടരില്ലേ? ആ കൂട്ടരുടെ അടിത്തറയാണ് കേട്ടോ ഇത്. അതെ, അള്ള കൊടുത്ത ആളുകളോട് അതിൽ നിന്ന് ചെലവഴിക്കാൻ പറയുമ്പോ അവരെ മറുപടി എന്താണ്? ഡയറക്റ്റ് പഠിച്ചോനെന്നെ കൊടുത്തൂടെ, നമ്മൾ ഇടപെടേണ്ടതുണ്ടോ എന്നാണ്. ഈ ഡയറക്റ്റ് എന്ന ചിന്ത, ആ ചിന്തയുടെ അടിത്തറ കുഫറാണ് കേട്ടോ, അവിശ്വാസമാണ് കേട്ടോ. അല്ലാഹു തആല നിമിത്തങ്ങളായി വെച്ച പലതുമുണ്ട്. അതിൽ വലിയ ഒന്നാണ് പടച്ചവന്റെ സൈന്യങ്ങൾ. ഇന്നലെ നമ്മൾ പറഞ്ഞില്ലേ, അതേ അല്ലാഹു തആല സൈന്യങ്ങളെ ഇറക്കിയത് പറഞ്ഞില്ലേ? ഖുർആനിൽ തന്നെ റബ്ബ് പറഞ്ഞില്ലേ? അതേ, അതുവലില്ലാഹി ജുനൂദുസ് സമാവാതി വൽ അർദി വകാന അല്ലാഹു അലീമൻ ഹകീമാ. ആകാശത്തിലും അല്ലാഹുക്ക് സൈന്യങ്ങളുണ്ട്, ഭൂമിയിലും അല്ലാഹുക്ക് സൈന്യങ്ങളുണ്ട്. അല്ലാഹു വല്ലാത്ത ഇൽമുള്ളവനും ഹിക്മത്തുള്ളവനുമാണ്. അങ്ങനെ അല്ലാഹുവിന്റെ സൈന്യങ്ങൾ മുഖേന അല്ലാഹു ധാരാളം നന്മകൾ വിതരണം ചെയ്യുന്നുണ്ട്. അതിന് ആ സൈന്യങ്ങളെ സമീപിക്കൂല, അവര് മുഖേന കിട്ടൂല. പടച്ചവൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അവൻ തന്നെ ഡയറക്റ്റിങ് തരൂലേ എന്ന് ചോദിക്കുന്ന ന്യായം അത് അവിശ്വാസികളെ ന്യായത്തിൽ ഉത്ഭൂതമാണെന്നും പരിശുദ്ധ ഖുർആൻ ഇവിടെ പഠിപ്പിക്കുന്നു. മുഅ്മിനേ, വൈദാ ഖീല ലഹും അൻഫിഖൂ ബിമാ റസഖകുമുല്ലാഹു ഖാലല്ലദീന കഫറൂ ലില്ലദീന ആമനൂ അനുത്ഇമു മൻ ലൗ യശാഉല്ലാഹു അതഅമ ഇൻ അൻതും ഇല്ലാ ഫീ ളലാലിൻ മുബീൻ. മറ്റൊന്ന്, കൊടുക്കാൻ മടിയന്മാരായ അങ്ങേയറ്റത്തെ ബഖീലന്മാരായ മനുഷ്യന്മാരുടെ സ്വഭാവമാണ് ഭക്ഷണം കൊടുക്കാതിരിക്കുക എന്നത്, ഭക്ഷണം കൊടുക്കുന്നത് മുടക്കുക എന്നത്. അത് വല്ലാത്ത ബഖീലന്മാരുടെ സ്വഭാവമാണ്. ഓ മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രത്യേകം പഠിപ്പിച്ചില്ലേ, ഭക്ഷണം കൊടുക്കുന്നവർക്ക് എന്തൊരു ബഹുമാനമാണ്, ഭക്ഷണം കൊടുക്കുന്നവർക്ക് എന്തൊരു ബഹുമാനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, ഇന്ന ഫിൽ ജന്നത്തി ഖുറഫൻ യുറാ ളാഹിറുഹാ മിൻ ബാത്തിനിഹാ വബാത്തിനുഹാ മിൻ ളാഹിരിഹാ അഅദ്ദഹല്ലാഹ്. സ്വർഗ്ഗത്തിലുണ്ടൊരു മാളിക, ആ മാളികയുടെ ഉൾഭാഗം പുറത്തു നിന്നും പുറംഭാഗം അതേ ഉള്ളിൽ നിന്നുമൊക്കെ കാണുന്ന വിധത്തിലുള്ള വിഷയമാണ്. അത് അല്ലാഹു തആല അത് ഒരുക്കി വെച്ചിരിക്കുന്നു.
ലഭിച്ചിരിക്കുന്നു. ആർക്ക്? ലിമൻ അത്അമ അത്അം, ഭക്ഷണം കൊടുക്കുന്നവനാണ് അതൊരുക്കി വെച്ചത്. വ അലഹനൽ കലാം, ഗൗരവമുള്ള സംസാരം സംസാരിക്കാതെ മയമായി സംസാരിക്കുന്നവനാണ് അതൊരുക്കി വെച്ചത്. വ താബഅ സിയാം, നോമ്പ് തുടർച്ചയായി എപ്പോഴും അതാ നോമ്പെടുക്കുന്നു. റമദാനിൽ എപ്പോഴും അതാ നോമ്പെടുക്കുന്നു. ശവ്വാലിൽ അതുപോലെ തന്നെ അതാ എപ്പോഴും വ്യാഴാഴ്ച നോമ്പെടുക്കുന്നു, തിങ്കളാഴ്ച നോമ്പെടുക്കുന്നു. അങ്ങനെ പ്രത്യേകമായ ചില ദിവസങ്ങൾ തെരഞ്ഞെടുത്ത് സുന്നത്തായ ദിവസങ്ങൾ തുടർച്ചയായി നോമ്പെടുക്കുന്നവര് നേരത്തെ രാത്രിയെക്കുറിച്ചും പകലിനെക്കുറിച്ചും പറഞ്ഞില്ലേ? രാത്രി എന്ന് പറയുന്നത് എല്ലാവരും സദാ വിശ്രമിക്കുന്ന സന്ദർഭമാണ്. എല്ലാവരും വിശ്രമിക്കുമ്പോ പടച്ചവരിൽ പ്രതീക്ഷ അർപ്പിച്ചും അവനെ ഭയപ്പെട്ടും ആതിരാ സമയത്ത് എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കുന്നവര് അവർക്കുമാണ് ആ മാളികയെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. ഓ സഹോദരന്മാരെ, അതുകൊണ്ട് തന്നെ അതാ ചെലവഴിക്കുക എന്നത് വലിയൊരു വിഷയമാണ്. പടച്ചവന്റെ ഖജനാവിൽ ഇല്ലാത്തത് കൊണ്ടല്ല അവർക്ക് കൊടുക്കാതിരുന്നത്. നിന്റെ കയ്യിൽ തന്നിട്ട് അല്ലാഹു തആല നിന്നെ പരീക്ഷിക്കുകയാണ്. അവന് വിവരമില്ലാഞ്ഞിട്ട് പരീക്ഷിക്കുന്നതല്ല, മറിച്ച് നിന്നെ തന്നെ പിന്നീട് ബോധ്യപ്പെടുത്താനാണ്. ഞാൻ തന്നത് കൊടുക്കാൻ പറഞ്ഞിട്ട് കെട്ടിപ്പൂട്ടി വെച്ചവനല്ലേ നീ എന്ന് നിന്റെ മുമ്പിൽ നിന്നെ തന്നെ നിനക്ക് നിന്റെ മുന്നിൽ അത് ബോധ്യപ്പെടുത്തിയിട്ട് നിന്റെ നന്മയും തിന്മയും എഴുതിയ റിക്കാർഡിൽ നിന്നെ കൊണ്ട് വായിപ്പിച്ച് അത് തൂക്കി അങ്ങ് കാണിച്ചു തരാനാണ്. അതല്ലേ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലൗ ശാ അല്ലാഹു ലജഅലകും മഗ്നിയ അലാ ഫഖീറ ഫീകും. അല്ലാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ നിങ്ങളെ ഒക്കെ അല്ലാഹു തആല പണക്കാരാക്കും, ഐശ്വര്യക്കാരാക്കും. നിങ്ങളെ കൂട്ടത്തിൽ ഒരു സാധുവും ഉണ്ടാവൂല. വലൗ ശാ ലജഅലകും ഫഖറാ ലാ ഗനിയ ഫീകും. അല്ലാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ നിങ്ങളെ മുഴുവനും അല്ലാഹു തആല ഫഖീറന്മാരാക്കും, ഒരൊറ്റ പണക്കാരനും ഒരൊറ്റ ഐശ്വര്യക്കാരനും ഉണ്ടാകൂല. വലാകിന്നഹു ഇബ്തലാ ബഅദുകും ബിബഅദിൻ ലിയൻദുറ കൈഫ യത്ഫൽ ഗനിയ്യു വകൈഫ സബറൽ ഫഖീർ. പക്ഷേ കൊടുത്തിട്ടുള്ളവന് പരീക്ഷയാണ്. കൊടുത്തിട്ട് അവൻ എങ്ങനെയാണ് സാധുക്കളോട് പെരുമാറുന്നത്. കൊടുക്കാത്തവന് പരീക്ഷയാണ്. അവൻ എത്രയാ ക്ഷമിക്കുന്നത്, എങ്ങനെയാ ക്ഷമിക്കുന്നത്. അതുകൊണ്ട് തന്നെ പാവപ്പെട്ടവന് ക്ഷമയുണ്ടോ എന്ന പരീക്ഷ, കൊടുത്തവൻ ചെലവഴിക്കുന്നുണ്ടോ എന്ന പരീക്ഷ, ഈ പരീക്ഷയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ? ഓ സുഹൃത്തുക്കളെ, അതുകൊണ്ട് പണക്കാര് മോശക്കാരല്ല, അവര് കൊടുക്കുന്നവരായിരിക്കണം, സത്യസന്ധന്മാരായിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞില്ലേ, അത്താജിറു സദൂഖുൽ അമീനു മഅൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാ. സത്യവാനായി വിശ്വസ്തനായി ബിസിനസ് നടത്തുന്ന ബിസിനസ്സുകാരൻ അമ്പിയാക്കളുടെയും ശുഹദാക്കളുടെയും കൂടെയാണ്. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ഇന്നൽ മാല ഹർസുദ് ദുനിയാ വൽ അമലു സാലിസു ഹർസുൽ ആഖിറ വഖദ് യജ്മഉഹുല്ലാഹു ലിഅഖ്വാം. ചിലർക്കൊരു ധാരണയുണ്ട്, മഹാന്മാർക്ക് പൈസ ഉണ്ടാകാൻ പറ്റൂല, മഹാന്മാർക്ക് പൈസ ഉണ്ടാകാൻ പറ്റൂല, മഹാന്മാർക്ക് ഒരിക്കലും തന്നെ നല്ല വീട് പറ്റൂല, നല്ല കാറ് പറ്റൂല. അങ്ങനെ ചില ധാരണക്കാരുണ്ട്, വിവരം കെട്ടവരാണ്. ബഹുമാനപ്പെട്ട പണ്ഡിത് അലി റളിയല്ലാഹു അൻഹു പറയുന്നു, ഇന്നൽ മാല ഹർസുദ് ദുനിയാ, ധനമെന്ന് പറയുന്നത് ദുനിയാവിലെ കൃഷിയാണ്. വൽ അമലു സാലിഹു ഹർസുൽ ആഖിറ, സൽക്കർമ്മം എന്ന് പറയുന്നത് പാരത്രിക ലോകത്തേക്കുള്ള കൃഷിയാണ്. വഖദ് യജ്മഉഹുല്ലാഹു ലിഅഖ്വാം, ചിലർക്ക് അല്ലാഹു തആല ഈ ലോകത്തുള്ള കൃഷിയും കൊടുക്കും, പണവും കൊടുക്കും, ആഖിറത്തിലേക്കുള്ള സൽക്കർമ്മവും കൊടുക്കും. അങ്ങനെ രണ്ടും കിട്ടുന്ന ചില കൃഷിക്കാരുണ്ട് കേട്ടോ. ഓ മുഅ്മിനീങ്ങളെ, അല്ലാഹു തആല തന്നതിൽ ചെലവഴിക്കണം. ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല, നമ്മുടെ വഅദ് ഏകദേശം നിർത്തേണ്ട സമയമായി പോയി. ഞാൻ അതിലിടക്ക് സൂചിപ്പിക്കുന്നു, നേരത്തെ സ്ത്രീകൾക്കൊക്കെ കവറ് തന്നു, ഇനി പുരുഷന്മാർക്ക് ഓരോ കവറ് തരികയാണ്. എന്താണ്? വലിയ ഒരു വിഷയം നിങ്ങളുടെ മുന്നിൽ വെക്കുകയാണ്, ചെറുതാണെങ്കിലും. ഞാൻ കുറ്റ്യാടിയിൽ വെച്ച് അത് പറഞ്ഞപ്പോൾ പറഞ്ഞു, സിറാജുൽ ഹുദയുടെ കീഴിൽ കുറ്റ്യാടി ടൗണിന്റെ അടുത്ത്, അഥവാ ടൗണിൽ നിന്ന് ഏകദേശം ഒരു 300-400 മീറ്റർ അകലെ 20 ഏക്കറിലധികം സ്ഥലം സിറാജുൽ ഹുദക്ക് വേണ്ടി വാങ്ങിയിട്ടുണ്ട്.
ആ സ്ഥലങ്ങളിൽ പലതും രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. അഡ്വാൻസ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അത് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ കോടിക്കണക്കിന് ഉറുപ്പിക വേണം, കുറച്ചൊന്നും പോരാ. ഈ 3-4 മാസത്തിനടുക്ക് ഏകദേശം 4 കോടി ഉറുപ്പികയോളം വേണം. അല്ലാഹു തആല അതിന് വഴിയുണ്ടാക്കി തരട്ടെ. നിങ്ങളൊക്കെ ഓരോ കോടി തരികയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇപ്പൊ ഞാൻ ചോദിക്കുന്നത് സ്ഥലത്തിന്റെ പൈസയല്ല, സ്ഥലത്തിന് നിങ്ങൾ തരണം തരണ്ടെന്നല്ല. ഇപ്പോൾ ഞാൻ ചോദിക്കുന്നത് ആ സ്ഥലങ്ങളിൽ ഒരു 10 ഏക്കർ സ്ഥലത്തെങ്കിലും റബ്ബർ കൃഷി ചെയ്യണം എന്നുദ്ദേശിച്ചു. നമ്മളെ കുട്ടികൾക്ക് ചെലവിന് കൊടുക്കാൻ, ഖുർആൻ മനപ്പാടാക്കുന്ന കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാൻ, അതുപോലെ ഇൽമു പഠിക്കുന്ന കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാൻ, അഗതികളായ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാൻ എന്തെങ്കിലും ഒരു വരുമാനം വേണ്ടേ? അതിന് ഞാൻ കൂട്ടി നോക്കുമ്പോൾ ഏകദേശം ഒരു 2000 റബ്ബർ തൈ വെച്ച് പിടിപ്പിച്ചാൽ ഇന്നത്തെ മാർക്കറ്റിൽ 2 ലക്ഷം ഉറുപ്പിക ഒരു മാസത്തിൽ വരവ് കിട്ടും. അതിനൊരു 2000 റബ്ബർ തൈ വെക്കാൻ തീരുമാനിച്ചു. കുറ്റ്യാടി 5 ദിവസം വേദ പറഞ്ഞപ്പോൾ അവസാനത്തിൽ ഞാനിത് പറഞ്ഞപ്പോൾ 1000 റബ്ബർ തൈ ആ സദസ്സിൽ നിന്ന് തന്നെ കിട്ടി. തൈയല്ലോ, ഏതോ ഒരാൾ 2 തൈ അവിടെ ഓഫീസിൻ്റെ മുമ്പ് കൊണ്ടാച്ച് കണ്ടു. തൈയല്ല ചോദിച്ചത്, തൈൻ്റെ പൈസയാണ്. അതായത് തൈ മാത്രമല്ല, ആ തൈ അവിടെ വെച്ച് പിടിപ്പിച്ച് 2-3 കൊല്ലത്തോളം അതിൻ്റെ പരിചരണത്തിനടക്കമുള്ള സംഖ്യ. അതിന് 350 ഉറുപ്പിക വേണം. 2 കൊല്ലത്തെ പരിചരണവും വളവും തൈയും എല്ലാം കൂടി 350 ഉറുപ്പിക ഒരു തൈക്ക്. അങ്ങനെ ഒരു 2000 തൈ വേണം. 1000 തൈ അവിടുന്ന് കിട്ടി. ഇനിയും ഒരു 1000 തൈൻ്റെ സംഖ്യ കിട്ടണം. അത് നിങ്ങൾ തരണം. അതിന് നല്ല ഇഖ്ലാസോടെ അള്ളാഹിന്റെ പൊരുത്തം മാത്രം ലക്ഷ്യം വെച്ചിട്ട് ഇന്ന് വാങ്ങുന്ന കവറിൽ നിങ്ങൾക്ക് എത്രയാണോ കഴിയുക അത്രയും നിങ്ങൾ ഇട്ടുകൊണ്ടുവരണം. അല്ലാത്തവർ ഇവിടെ വാഗ്ദത്തം ചെയ്ത് പിന്നീട് എത്തിച്ചു തരണം. ഓരോ കവർ എല്ലാ പുരുഷന്മാരും വാങ്ങണം എന്ന് സാന്ദർഭികമായി ഉണർത്തുന്നു. ഇനി മുമ്പ് കൊടുത്തവർ അവർക്കും കൊടുത്താൽ കുഴപ്പമൊന്നുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖജനാവിൽ ധാരാളം തരാനുണ്ടല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല അതുകൊണ്ടാണ് ഈ ആയത്തിൽ ഇങ്ങനെ പറഞ്ഞത്. അതും മഹാനായ ഇമാം റാസി റളിയല്ലാഹു അൻഹു പോലത്തെ പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ഇദാ ഖീല ലഹും അൻഫിഖൂ മിമ്മാ റസഖകുമുല്ലാഹു ഖാല അല്ലദീന കഫറൂ ലില്ലദീന ആമനൂ അനുത്ഇമു മൻ ലൗ യശാഉല്ലാഹു അത്അമഹു ഇൻ അൻതും ഇല്ലാ ഫീ ളലഅലിൻ മുബീൻ. അല്ലാഹു തആല അതാ കൊടുത്തത് ചെലവഴിക്കാൻ പറയുമ്പോ അതാ കുസൃതിയുടെ മറുപടി പറഞ്ഞിട്ട് ഇപ്പുറത്തുള്ള വ്യക്തിയെ മുട്ടിക്കാമെന്ന് തോന്നുന്ന അസത്യവാദി, ആ അസത്യവാദിയെ കുറിച്ച് റബ്ബ് പറഞ്ഞില്ലേ? ആ പറഞ്ഞ സ്ഥലത്ത് ഇമാം റാസി റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള പണ്ഡിതന്മാർ പ്രത്യേകം സൂചിപ്പിക്കുന്നു. എന്താണ് സൂചിപ്പിക്കുന്നതെന്നറിയോ? അല്ലാഹു ജല്ല ജലാലുഹു അവന്റെ ഖുർആനിൽ പറഞ്ഞിട്ടില്ലേ, വമാ അൻഫഖതും മിൻ ശൈഇൻ ഫഹുവ യുഖ്ലിഫുഹു വഹുവ ഖൈറുർ റാസിഖീൻ. നിങ്ങൾ എന്താണോ ചെലവഴിക്കുന്നത് അല്ലാഹു തആല അതിന് നിങ്ങൾക്ക് പകരം തരും കേട്ടോ. വഹുവ ഖൈറുർ റാസിഖീൻ. കൊടുക്കുന്നവരിൽ ഏറ്റവും ഉത്തമനാണവൻ. നിങ്ങൾ ഒന്നാണോ കൊടുത്തത് എങ്കിൽ അതിന് 10 ഇരട്ടിയും 70 ഇരട്ടിയും 70,000 ഇരട്ടിയുമൊക്കെ അള്ളാഹുവിന്റെ ഖജനാവിലുണ്ട് കേട്ടോ. അവൻ തരുമെന്ന് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോഴാണ് അള്ളാഹനെ ചോദ്യം ചെയ്യുന്ന നിരീശ്വരവാദി പറഞ്ഞത്, എന്തിനാ കൊടുക്കുന്നത്? പടച്ചവൻ കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അവൻ തന്നെ അങ്ങ് കൊടുക്കുകയില്ലേ നിങ്ങളെ വിശ്വാസപ്രകാരം? പിന്നെ എന്തിനാ കൊടുക്കുന്നതെന്ന് നിരീശ്വരവാദിയുടെ ചോദ്യം. ആ ചോദ്യത്തിന്റെ മറുപടിയാണ് ഞാൻ ഇതുവരെ പറഞ്ഞു വന്നത്. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, അല്ലാഹു തആല തന്നതിൽ നിന്ന് ചെലവഴിക്കുന്നവരാണ് റബ്ബിൽ നിന്ന് പകരം ധാരാളം കിട്ടുന്നവർ കേട്ടോ. ഞാനിപ്പോൾ വരുന്ന സമയത്ത് മഗ്രിബും നിസ്കരിച്ച് എന്റെ നാട്ടിൽ നിന്ന് ഞാനുമായി വളരെ സ്നേഹബന്ധമുള്ള കെ.വി. തർവീക്കയുടെ മയ്യിത്ത് നിസ്കരിച്ചു. ആ നിസ്കരിക്കുന്ന സമയത്ത് ഞാൻ അവിടുന്ന് പറഞ്ഞു, ആർക്കെങ്കിലും വല്ലതും സാമ്പത്തികമായി കിട്ടാനുണ്ടെങ്കിൽ മകനുമായി ബന്ധപ്പെടണം, വല്ലതും കൊടുക്കാനുണ്ടെങ്കിൽ അദ്ദേഹത്തെ തന്നെ ബന്ധപ്പെടണം, മറ്റുള്ളത് പൊരുത്തപ്പെട്ട് കൊടുക്കണം. നമ്മൾ ആവർത്തിച്ച് കേൾക്കുന്നൊരു വാചകമല്ലേ സുഹൃത്തുക്കളെ ഇത്? ഓർക്കണേ ഉമ്മമാരെ, ഓർക്കണേ സുഹൃത്തുക്കളെ,
അതേ الصدقة تطفئ الخطيئة كما تطفئ الماء النار. വെള്ളം തീയിനെ കെടുത്തിക്കളയുന്നത് പോലെ മനുഷ്യന്റെ തെറ്റുകുറ്റങ്ങൾ കെടുത്തിക്കളയുന്ന വിഷയമാണ് സദഖ. അതിലാര് മുൻപന്തിയിലുണ്ടോ അവര് ദുനിയാവും ആഖിറവും രക്ഷപ്പെടുമെന്നതാണ് ശരി. ഇപ്പോൾ ഞാനതിലേക്ക് ദീർഘമായി കടക്കുന്നില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് ഞാൻ പറയുന്നു, നിങ്ങളും കവറിൽ കൊണ്ടുവരുമ്പോൾ റബ്ബർ തൈ, ഒരു റബ്ബർ തൈക്ക് 350 രൂപ, ചുരുങ്ങിയത് ഒരു റബ്ബറെങ്കിലും. നമ്മുടെ അഹമ്മദ് ഹാജി, ദൈവച്ചർമ്മത്ത് അഹമ്മദ് ഹാജി 5 തൈ ഇപ്പോൾ തന്നെ തന്നു. 1000 ഉറുപ്പിക അഡ്വാൻസായി അദ്ദേഹം തന്നു. അല്ലാഹു അദ്ദേഹത്തിന്റെ എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം റഹ്മാനെ, പരിപൂർണമായ ആഫിയത്ത് നൽകണം റഹ്മാനെ. ഓ സഹോദരന്മാരെ, നിങ്ങൾ ഓർക്കണം, ഞാൻ എല്ലാവർക്കും അവസാനം ദുആ ചെയ്യാം. അതേ നമ്മൾ ഓർക്കണം, പരിശുദ്ധ ഖുർആൻ ആചാര്യ ദാറുൽഹുദന്റെ അടുത്തല്ലേ 1000 ഉറുപ്പിക. സഹോദരന്മാരെ, നിങ്ങൾ ഓർക്കണം, കൊടുക്കുക എന്നത് വലിയൊരു ഭാഗ്യമാണ്. കൊടുത്താലാണ് മനുഷ്യൻ ശുദ്ധീകരിക്കപ്പെടുന്നത്. കൊടുക്കാത്ത മനുഷ്യനത് തോന്നുന്നില്ല, കാരണം അവൻ ഫിൽട്ടർ ചെയ്യപ്പെടുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹ് പറഞ്ഞത് എന്താണ്? ഖുദ് മിൻ അംവാലിഹിം സദഖതൻ തുതഹിറുഹും ബിഹാ തുതഹിറുഹും വതുസക്കിഹിം ബിഹാ വസല്ലി അലൈഹിം ഇന്ന സലാതക സകനുൽ ലഹും. നബിയെ, സദഖ വാങ്ങൂ അവരിൽ നിന്ന്. തുതഹിറുഹും വതുസക്കിഹിം ബിഹാ, ആ സദഖ കൊണ്ട് അവരെ ശുദ്ധീകരിക്കുന്നു. സദഖ കൊണ്ട് ശുദ്ധീകരിക്കൂ നബിയെ. അവരെ കയ്യിൽ കിട്ടിയ പണം, അവരെ കയ്യിലുള്ള ആയുധം, അവരെ കയ്യിലുള്ള ഉപകരണം, അവരെ കയ്യിലുള്ള വസ്തു. ഓ സുഹൃത്തേ, നിന്റെ തൊട്ടടുത്ത വീട്ടിലൊരു പണി നടക്കുമ്പോ നിന്റെ കൈക്കോട്ടൊന്ന് കൊടുത്താൽ, നിന്റെ ഉപകരണം വികാസൊന്ന് കൊടുത്താൽ, അതുപോലെ തന്നെ നിന്റെ കൈവശത്തിലുള്ള ടോർച്ചൊന്ന് കൊടുത്താൽ, അങ്ങനെ ഉപകരണം കൊടുക്കലില്ലേ? അതുപോലെ ആയുധം കൊടുക്കലില്ലേ? ആയുധമെന്ന് പറയുമ്പോൾ അതാ കള്ളത്തോക്കല്ല കേട്ടോ, അതുപോലെ തന്നെ ബോംബ് കൈമാറലല്ല കേട്ടോ. അതിനെക്കുറിച്ച് ഞാൻ ഇന്നലെയും ഞാനൊക്കെ സൂചിപ്പിച്ചിട്ടില്ലേ? കടുത്ത ഹറാം, കടുത്ത ഹറാം. നിരപരാധികളെ കൊല്ലാൻ വേണ്ടി തീവ്രവാദത്തിന്റെ പേരിൽ എടുക്കുന്ന ആയുധങ്ങളൊക്കെയും കടുത്ത ഹറാം. അതല്ല, മനുഷ്യനെ സഹായിക്കാൻ വേണ്ടിയുള്ള അതേ ഉപകരണങ്ങൾ കൊടുക്കലില്ലേ? അത് കൊടുക്കാത്തവനെ ഖുർആൻ ആക്ഷേപിച്ചില്ലേ? വൈലുൽ ലിൽ മുസല്ലീന അല്ലദീന ഹും അൻ സലാത്തിഹിം സാഹൂൻ വല്ലദീന ഹും യുറാഊന വയംനഊനൽ മാഊൻ. അതേ വസ്തുക്കൾ കൊടുക്കാത്തവർ, ഉപകരണങ്ങൾ കൈമാറാത്തവർ, അല്ലാഹു അവരെ ആക്ഷേപിച്ചില്ലേ? ഇതുപോലെ തന്നെ അല്ലാഹു കൊടുത്ത പണവും അല്ലാഹു കൊടുത്ത വസ്തുക്കളും ഭക്ഷണവും അതേ അല്ലാഹു കൊടുത്ത് ചെലവഴിക്കാത്തവർ, അവർക്ക് ശുദ്ധീകരണം നടക്കൂല. ഇന്നലെ ഞാൻ പുഴയെ സംബന്ധിച്ച്, തോടിനെ കുറിച്ച് പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, വെള്ളമിങ്ങനെ പുഴയിലൂടെ ഒലിച്ചുകൊണ്ടിരിക്കുമ്പോ ഫിൽട്ടർ ചെയ്യപ്പെടുന്ന കല്ലുകളും മണ്ണുകളിലൂടെ ആ വെള്ളം അതാ ഫിൽട്ടർ ചെയ്യപ്പെടുന്നുവെന്ന് പറഞ്ഞില്ലേ? ഇതുപോലെ അല്ലാഹു തആല മനുഷ്യനെ ഫിൽട്ടർ ചെയ്യാൻ വേണ്ടി, ശുദ്ധീകരിക്കാൻ വേണ്ടി വെച്ച പല ഉപാധികളുമുണ്ട്. നാദാപുരം ഭാഗത്ത് ഒരുപാട് ആളുകൾ വിദേശത്ത് പോകുന്നവരുണ്ട് അല്ലേ? അല്ലാഹ് എല്ലാവർക്കും ബറക്കത്ത് ചെയ്യട്ടെ. പറയട്ടെ, യാത്ര എന്ന് പറയുന്നത് ഒരു ഫിൽട്ടറാണ് കേട്ടോ, ഫിൽട്ടർ ചെയ്യുന്ന വസ്തുവാണ്. പണ്ഡിതന്മാര് പറഞ്ഞു, ഒലിക്കുന്ന വെള്ളം നിങ്ങൾ കാണുന്നില്ലേ? ഒലിക്കുന്ന വെള്ളം എത്ര നല്ല ക്ലിയറുള്ള വെള്ളമാണ്. അതേസമയത്ത് കെട്ടി നിൽക്കുന്ന വെള്ളം നിങ്ങളൊന്ന് നോക്കൂ, അതിന്റെ കളറ് മാറിയില്ലേ? എടുത്തുപയോഗിക്കാൻ പറ്റാത്തതാണെന്ന് തോന്നിയില്ലേ? ഒരുപാട് കൊല്ലത്ത് വെള്ളമുണ്ടെങ്കിലും നമുക്കറിയാമല്ലോ, നാദാപുരത്തെ വലിയ കുളത്തിലെ വെള്ളം കുറെ കാലം കഴിയുമ്പോ അതിന്റെ കളറൊക്കെ മാറിയിട്ട് പിന്നെ എടുത്തുപയോഗിക്കാൻ നമ്മൾ പഠിക്കാറില്ലേ? അതേ സമയത്ത് ചെറിയ ഒരു ചാലിലൂടെയോ ഒരു ചെറിയ വഴിയിലൂടെയോ ഒലിച്ചു നീങ്ങുന്ന കുറഞ്ഞ വെള്ളം എന്തൊരു തെളിവാണതിന്. ഇതുപോലെയാണ് സുഹൃത്തുക്കളെ, യാത്ര ചെയ്യുന്നവനും യാത്ര ചെയ്യാത്തവനും തമ്മിലുള്ള വ്യത്യാസം. യാത്ര ചെയ്യുന്ന മനുഷ്യൻ അവനതാ ഒരുപാട് ജനങ്ങളുമായും ഒരുപാട് മഹാന്മാരുമായും പല സ്ഥലങ്ങളിൽ നിന്നും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ അവനതാ ഒരുപാട് സ്വഭാവങ്ങളും സംസ്കരണങ്ങളും നടന്ന് യാത്ര പോകുന്നവന് സംസ്കരിക്കപ്പെടുന്നു.
ഒരു സ്ഥലത്ത് തന്നെ നിൽക്കുന്നവനോ അവൻ അത്തരത്തിലുള്ള സംസ്കരണം ലഭിക്കുന്നില്ല. അതുകൊണ്ടാണ് യാത്രയ്ക്ക് ചില ബഹുമാനങ്ങൾ പണ്ഡിതന്മാര് പറഞ്ഞത്. എന്നാൽ അതിനേക്കാളൊക്കെ ആത്മീയമായ സംസ്കരണം നടക്കുന്ന വിഷയം അത് ധർമ്മമാണ് കേട്ടോ. അതാ ഖുർആൻ പറഞ്ഞത്, ഓ നബിയേ ധർമ്മം സ്വീകരിക്കൂ, തുതഹിറുഹും വതുസക്കീഹിം ബിഹാ, ആ ധർമ്മം കൊണ്ട് അവരെ സംസ്കരിക്കൂ, ശുദ്ധീകരിക്കൂ, ഫിൽട്ടർ ചെയ്യൂ. വസല്ലി അലൈഹിം ഇന്ന സലാതക സകനുൽ ലഹും, അതേ ധർമ്മം വാങ്ങിയിട്ട് അവർക്ക് വേണ്ടി തങ്ങൾ പ്രാർത്ഥിച്ചു കൊടുക്കൂ നബിയേ. തങ്ങളെ പ്രാർത്ഥന അവർക്ക് മനസ്സമാധാനമാണ്. അപ്പൊ പിരിവെടുക്കലും ധർമ്മം വാങ്ങലും അവർക്ക് പ്രാർത്ഥിക്കലും അതൊക്കെ മുർസലീങ്ങൾക്ക് അല്ലാഹു കൽപ്പിച്ചതാണ്. ആ മുർസലീങ്ങൾ അനന്തരക്കാരാണ് പണ്ഡിതന്മാര്. പണ്ഡിതന്മാര് പിരിവെടുത്തോണ്ടേയിരിക്കും. ആരെങ്കിലും ആളുകൾ വന്നിട്ട് അതാ റസീവറാണ് എന്ന് പറഞ്ഞുകൊണ്ടൊന്നും അള്ളാന്റെ ഖുർആൻ പഠിപ്പിച്ച ആ വിഷയം മാറൂല, അതിന് കുറവുണ്ടാവൂല. ഇരിക്കട്ടെ സഹോദരന്മാരെ, അല്ലാഹു ജല്ല ജലാലുഹു നമ്മുടെ അമലുകളൊക്കെ കബൂൽ ചെയ്യട്ടെ. നാസറുദ്ദീൻ അൻവരി സുന്നി ഓൺലൈൻ വഴി 1050 റുപ്പിക ദുബൈയിൽ നിന്ന് ഇപ്പോൾ വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, നമ്മുടെ വഅദ് അത് അന്താരാഷ്ട്രപരമായി കേൾക്കുകയാണ്. കൂട്ടത്തിൽ ദുബായിൽ നിന്ന് ഇപ്പോൾ വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. ജമാൽ പഴയങ്ങാടി 6 അബുദാബിയിൽ നിന്ന് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. സിദ്ദീഖ് അഞ്ചിതൈ ഷാർജയിൽ നിന്ന് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. അല്ലാഹുവേ മുഴുവൻ ആളുകൾക്കും നീ ഖൈറും ബറക്കത്തും നൽകണം റഹ്മാനേ. അവർക്കും ഞങ്ങൾക്കും സ്വർഗത്തിൽ നീ പഴങ്ങളും മരങ്ങളും തരണം റഹ്മാനേ. ഇവിടെ കൊടുത്തുകൊള്ളുക. ഞാനിപ്പോൾ ഓരോന്നോരോന്ന് എടുത്താൽ നമ്മുടെ യാസീൻ തീരൂല, പിന്നെ തീരാൻ വേറെ യാസീൻ ഓതേണ്ടി വരും. അതുകൊണ്ട് വളരെ പെട്ടെന്ന് പറഞ്ഞ് തീർക്കുകയാണ്. അല്ലാഹു ജല്ല ജലാലുഹു അവന്റെ പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് യാസീനിൽ അങ്ങനെ അതാ നിരർത്ഥകമായ വാദമുന്നയിക്കുന്ന, ചിന്താശക്തിയില്ലാത്ത, അതേ അല്ലാഹുവിനെ ചോദ്യം ചെയ്യുന്ന, അവന്റെ നിയമങ്ങളെ ചോദ്യം ചെയ്യുന്ന പിഴച്ചുപോയ കക്ഷികൾ, അവര് സത്യത്തിന്റെ വക്താക്കൾ പിഴച്ചുപോയി എന്ന് പ്രഖ്യാപിച്ച് രംഗത്ത് വരുമെന്നും അവരെ മുറികണ്ട ന്യായം പറയുമെന്നും അതിന് വിവരം കെട്ടവർ പെട്ടുപോകുമെന്നും ബുദ്ധിയുള്ളവരതിൽ പെട്ടുപോവുകയില്ലെന്നും വ്യക്തമായി പഠിപ്പിക്കുന്ന ആയത്ത് പഠിപ്പിച്ചതിന് ശേഷം പറയുന്നു, വയഖൂലൂന മതാ ഹാദൽ വഅദു ഇൻ കുൻതും സാദിഖീൻ മാ യൻദുറൂന ഇല്ലാ സൈഹതൻ വാഹിദ തഖുദുഹും വഹും യഖ്സിബൂൻ. അവരുടെ ചോദ്യം എന്താണെന്നറിയോ? സദഖ ചെയ്തിട്ട് എന്താ കാര്യം? ധർമ്മം കൊടുത്തിട്ട് എന്താ കാര്യം? വഅദ് പറയുന്നവൻ പറയുന്നൊക്കെ സ്വീകരിച്ചിട്ട് എന്താ കാര്യം? ഈ പണ്ഡിതന്മാരെ കൂടെ, പ്രബോധകന്മാരുടെ കൂടെ, അമ്പിയാക്കളെ കൂടെ വന്നിട്ട് എന്താ കാര്യം? ഞങ്ങൾ ഉറക്കൊഴിച്ച് നിസ്കരിച്ചിട്ട് എന്താ കാര്യം? ഞങ്ങൾ ധർമ്മം ചെയ്തിട്ട് എന്താ കാര്യം? ഞങ്ങൾ നോമ്പെടുത്തിട്ട് എന്താ കാര്യം? നിങ്ങൾ പറയുന്നത് സ്വർഗം തരുമെന്നാണല്ലേ, മരിച്ചതിന് ശേഷം ഒരു ജീവിതം ഉണ്ട് എന്നാണല്ലേ. എന്താണ് ഈ പറഞ്ഞത്? എപ്പോഴാണിത്? അവരെ ചോദ്യമാണ്. വയഖൂലൂന, അവർ പറയുന്നത്, മതാ ഹാദൽ വഅദു, എപ്പോഴായി നിങ്ങളെ ഈ വാഗ്ദത്തം? എപ്പോഴാണ് ഇൻ കുൻതും സാദിഖീൻ? നിങ്ങൾ ഈ പറയുന്നത് നേരാണെങ്കിൽ എപ്പോഴാണ് ഖിയാമത്ത് നാളാകല്? എപ്പോഴായി സ്വർഗം? എപ്പോഴാണിത്? നിങ്ങൾ ഈ പറയുന്നത് വിശ്വസിച്ചിട്ടല്ലേ ഞങ്ങൾ കൊടുക്കേണ്ടത്? നിങ്ങൾ പറഞ്ഞ് വിശ്വസിച്ചിട്ടല്ലേ സുബഹിക്ക് എഴുന്നേൽക്കേണ്ടത്? നിങ്ങൾ പറഞ്ഞ് വിശ്വസിച്ചിട്ടല്ലേ കള്ളുകുടി നിർത്തേണ്ടത്? നിങ്ങൾ പറയുന്നത് വിശ്വസിച്ചിട്ടല്ലേ കള്ളത്തരം നിർത്തേണ്ടത്? അത് വിശ്വസിച്ചിട്ടല്ലേ കളവ് നിർത്തേണ്ടത്, വഞ്ചന നിർത്തേണ്ടത്? അത് വിശ്വസിച്ചിട്ടല്ലേ പലതും നിർത്തേണ്ടത്? അത് വിശ്വസിച്ചിട്ടല്ലേ ഭീകരവാദവും തീവ്രവാദവും അവിശ്വാസവും നിർത്തേണ്ടത്? അതെപ്പോഴാണ്? അവിശ്വാസികളെ ചോദ്യമാണ്. അല്ലാഹ് പറയുന്ന ഇല്ലാ സൈഹതൻ വാഹിദ തഖുദുഹും വഹും യഖ്സിബൂൻ. അവരതാ കാത്തു നിൽക്കുന്നില്ല. ഇല്ലാ സൈഹതൻ വാഹിദ, ഒരൊറ്റ ശബ്ദമല്ലാതെ. തഖുദുഹും വഹും യഖ്സിബൂൻ, അവർ തർക്കിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ആ ശബ്ദം അവരെ അങ്ങ് പിടികൂടും നബിയേ. നേരത്തെ തന്നെ ഇന്ന ഡേറ്റിലാണെന്ന് പറഞ്ഞു തരൂല. അല്ലാഹു തആലാന്റെ തീരുമാനം അങ്ങനെയാണ്. കാരണം നേരത്തെ തന്നെ പറഞ്ഞു തന്നാൽ നിങ്ങൾ ആ ഒരൊറ്റ ശബ്ദമുണ്ടല്ലോ, ആ ശബ്ദം നിങ്ങളെ ഞെട്ടിക്കുന്ന ശബ്ദമാകണം. നേരത്തെ തന്നെ ഒരു ശബ്ദം വരുമെന്നും വിചാരിച്ച് ഇങ്ങനെ കുത്തിരിക്കുമ്പോ ഒരു ശബ്ദം വന്നാൽ അത്ര ഞെട്ടലുണ്ടാകൂല. നേരത്തെ
നേരെ മറിച്ച് പെട്ടെന്ന് ശബ്ദമുണ്ടാകുമ്പോഴുള്ള ഞെട്ടലുണ്ടല്ലോ, അറിയാമല്ലോ. ആ ഞെട്ടല് നിങ്ങൾ ശരിക്ക് ഞെട്ടുന്ന ശബ്ദം വരാൻ പോകുന്നു. മായന്തുറൂന ഇല്ലാ സൈഹതൻ വാഹിദ, ഒരൊറ്റ ശബ്ദമല്ലാതെ അവര് പ്രതീക്ഷിക്കുന്നില്ല. തഖുദുഹും വഹും യഖ്സിമൂൻ, അവര് തർക്കത്തിൽ ഇങ്ങനെ നീങ്ങുന്നതിനിടയിൽ ആ ശബ്ദമങ്ങ് പിടികൂടും നബിയെ. ഫലാ യസ്തതിഊന തൗസിയതൻ വലാ ഇലാ അഹ്ലിഹിം യർജിഊൻ. അങ്ങാടിയിൽ പോയ മനുഷ്യൻ, സംവാദത്തിന് പോയ മനുഷ്യൻ, തർക്കം കൂടുന്ന മനുഷ്യൻ, കല്യാണത്തിന് പോയ മനുഷ്യൻ, ജോലിയെടുക്കാൻ പോയ മനുഷ്യൻ, ബിസിനസ്സിന് പോയ മനുഷ്യൻ, ഇല്ല ഇല്ല, ആ ശബ്ദമിങ്ങ് വരുന്ന സമയത്ത് അവർക്ക് വസിയ്യത്ത് ചെയ്യാൻ സാധ്യമല്ല, ഒന്നും ആരോടും പറയാൻ സാധ്യമല്ല, ആരെയും കാണാൻ സാധ്യമല്ല. വലാ ഇലാ അഹ്ലിഹിം യർജിഊൻ, അവരാരും തന്നെ അവരെ കുടുംബത്തിലേക്കോ അവരാൾക്കാരിലേക്കോ മടങ്ങി വരുന്നവരുമല്ല. വനുഫിഖ ഫിസ്സൂർ ഫൈദഹും മിനൽ അജ്ദാദി ഇലാ റബ്ബിഹിം യൻസിലൂൻ. സൂറന്ന കാഹളത്തിൽ ഉദപ്പെട്ടു പോയി അതേ ശരീരം അതാ ഖബറുകളിൽ നിന്ന് അവരൊക്കെയും പുറപ്പെട്ടു പോയി. ഖാലൂ യാ വൈലനാ മൻ ബഅസനാ മിൻ മർഖദിനാ ഹാദാ മാ വഅദർ റഹ്മാനു വസദഖൽ മുർസലൂൻ. അപ്പോഴല്ലേ അവര് പറയുന്നത്, ആരാണ് ഞങ്ങളെ ഉണർത്തിയത്, ആരാണ് ഞങ്ങളെ ഉണർത്തിയത്, ആരാ ഞങ്ങളെ പുനർജീവിപ്പിച്ചത്, ആരാ ഞങ്ങളെ അയച്ചത്. മിമ്മർഖദിന, ഞങ്ങളെ വിശ്രമ സ്ഥലത്ത് നിന്ന്. സുബ്ഹാനല്ലാഹ്, ഇതുവരെയും ഖബറിൽ ശിക്ഷ അനുഭവിച്ചിരുന്ന അവിശ്വാസികൾ പോലും ഇപ്പോഴുള്ള ഈ സന്ദർഭം അങ്ങ് കണ്ടപ്പോ ഖബറിലുള്ള ശിക്ഷ ശിക്ഷയല്ല, അതിനേക്കാളൊക്കെ ഗൗരവമുള്ള ഒരു സന്ദർഭം അവരെ മുന്നിൽ ഇങ്ങ് വന്നപ്പോ അതൊരു വിശ്രമം പോലെയാണ് അവർക്ക് പോലും തോന്നുന്നത്. മുഅ്മിനീങ്ങൾ മഹാന്മാർക്കാണെങ്കിൽ അത് വിശ്രമം തന്നെ. നംനൗമത്തല്ലറൂസ്, അവരതാ പുതിയാപ്പിളയുടെ വിശ്രമം പോലെ വിശ്രമത്തിലാണല്ലോ. ഹാദാ മാ വഅദർ റഹ്മാനു വസദഖൽ മുർസലൂൻ. ആയിരക്കണക്കിന് ദൃഷ്ടാന്തങ്ങളും തെളിവുകളും ചൂണ്ടിക്കാണിച്ച് ഉണങ്ങിപ്പൊടി മാറിയ പുല്ലുകളും അതുപോലെ ഇലകളും വൃക്ഷങ്ങളുമൊക്കെ പടച്ചവൻ മഴയിലൂടെ ജീവിപ്പിക്കുന്നത് ഒക്കെയും നിങ്ങൾക്ക് തെളിവ് കാണിച്ച് നിങ്ങളെ ഉറക്കിൽ നിങ്ങൾ അനുഭവിക്കുന്ന വേദനകളും പ്രയാസങ്ങളുമൊക്കെ ഖബറിലുള്ള പ്രശ്നങ്ങൾക്ക് തെളിവുകളായി മനസ്സിലാക്കാൻ അതും നിങ്ങളെ അനുഭവത്തിൽ കാണിച്ച് അങ്ങനെ പല പല തെളിവുകളും പല പല ദൃഷ്ടാന്തങ്ങളും തന്നിട്ട് അതൊന്നും സ്വീകരിക്കാത്ത മനുഷ്യ, അപ്പോഴല്ലേ പറയുന്നത് ഹാദാ മാ വഅദർ റഹ്മാനു വസദഖൽ മുർസലൂൻ. ഇതല്ലേ റഹ്മാനായ റബ്ബ് വാഗ്ദത്തം ചെയ്തത്, മുർസലീകളൊക്കെയും സത്യമായി പഠിപ്പിച്ചത്. ഇൻ കാനത് ഇല്ലാ സൈഹതൻ വാഹിദതൻ ഫൈദഹും ജമീഉൽ ലദൈനാ മുഹ്ളറൂൻ. ആദ്യത്തെ അട്ടഹാസത്തിലൂടെ ലോകമങ്ങ് നശിക്കുകയാണ്. അതേ തർക്കിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഖിയാമത്ത് സംഭവിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, അതേ ആകാശങ്ങൾ പൊട്ടിപ്പിടർന്ന് അതേ കല്ലിഹിൽ മൻഫൂസ്, ധൂളികളെ പോലെ പരുത്തി പോലെ അതാ പാറിപ്പോയി. യൗമ തുബദ്ദലുൽ അർളു ഗൈറൽ അർളി വസ്സമാവാതു മത്വിയാതുൻ ബിയമീനിഹി. ഭൂമി അതാ ഉള്ളതെല്ലാം അത് നശിപ്പിക്കപ്പെട്ടു പോയി. കല്ലാ ഇദാ ദുഃഖത്തിൽ അർളു ദക്കൻ ദക്കാ, ഭൂമി ഇടിച്ചു പൊടിച്ചു പോയി, പർവ്വതങ്ങളൊക്കെ പാറിപ്പോയി. അവിടെ അതാ ഭൂമി മുഴുവനും ഖാൻ സഫ്സഫാ, ഒരൊറ്റ തളി ഒരൊറ്റ പലക പോലെ അല്ലാഹു തആല വെച്ചുപോയി. ഇൻ കാനത് ഇല്ലാ സൈഹതൻ വാഹിദ ഫൈദഹും ജമീഉൽ ലദൈനാ മുഹ്ളറൂൻ. ആ ഒരൊറ്റ ശബ്ദമങ്ങ് നടക്കുമ്പോ എല്ലാവരും നമ്മളുടെ അടുക്കൽ ഹാജരാക്കപ്പെട്ടവരാണ് നബിയേ.
പക്ഷേ ആ റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാ ആളുകളെയും കൊണ്ടുവന്ന് നിർത്തുന്നുണ്ടെങ്കിലും അവനൊരു വല്ലാത്ത രാജാവ് തന്നെ. ഫൽയൗമ ലാ തുളമു നഫ്സു ശൈഅൻ വലാ തുജ്സൗന ഇല്ലാ മാ കുൻതും തഅമലൂൻ. ഒരു ശരീരത്തെയും അന്ന് ആക്രമിക്കപ്പെടൂല, ചെയ്യാത്ത തെറ്റിന് ശിക്ഷിക്കൂല, ചെയ്യാത്ത തെറ്റിന് ശിക്ഷിക്കൂല, ഒരു തെറ്റിനൊരു ശിക്ഷയല്ലാതെ തരൂല, ഒരു കുറ്റമല്ലാതെ കണക്കാക്കൂല. അതേ സമയത്ത് ഒരു നല്ല കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊക്കെയും അവന്റെ വകയിൽ 10 പ്രതിഫലമാണ്, 10 ഇരട്ടിയാണ്. ദുഷ്കർമ്മത്തിനൊന്നേ ഉള്ളൂ, 10 ഇരട്ടി ഇല്ല. ഒരു നിലക്കും ഒരക്രമവും അവൻ ചെയ്യൂല. വലാ തുജ്സൗന ഇല്ലാ മാ കുൻതും തഅമലൂൻ. അവര് പ്രവർത്തിച്ചതല്ലാതെ അവർക്ക് പ്രതിഫലം നൽകപ്പെടൂല. നല്ലത് പ്രവർത്തിച്ചവനുണ്ടോ, നല്ലത് പറഞ്ഞവനുണ്ടോ, നല്ലത് ചിന്തിച്ചവനുണ്ടോ, അവനൊരുപാട് മഹത്വങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് നാളെ അത് നമുക്ക് കടക്കാം. ഇന്ന അസ്ഹാബൽ ജന്നത്തിൽ യൗമ ഫീ ശുഗ്ലിൻ ഫാക്കിഹൂൻ. ഇൻഷാ അല്ലാഹ് റബ്ബ് തൗഫീഖ് നൽകിയാൽ നമുക്ക് നാളെ അതിലേക്ക് കടക്കാം. ഒരു ചെറിയ ചരിത്രം പറഞ്ഞ് ഇന്ന് ഞാൻ എന്റെ പ്രസംഗം നിർത്തട്ടെ. എന്റെ ചെറുപ്പക്കാരെഴുന്നേറ്റ് നിൽക്കണം. റബ്ബേ, ഇത് ഞങ്ങളുടെ മജ്‌ലിസ് നീ ദുആക്ക് ഇജാബത്തുള്ള മജ്‌ലിസാക്കണം റഹ്മാനേ. സൈൻ തങ്ങൾ മദീന 5 റബ്ബർ തൈ, അബ്ദുൽ നാസർ KSA ജിസാൻ 10 റബ്ബർ തൈ, ജലീൽ മൂസ 7 റബ്ബർ തൈ ദുബൈ ഓൺലൈനിലൂടെ, തൈക്കണ്ടി മുനീർ കല്ലാച്ചി റബ്ബർ തൈക്ക് 1000 ഉറുപ്പിക ഉദ്ദേശം നിറവേറാൻ വേണ്ടി ദുആ ചെയ്യണം. അല്ലാഹുവേ, അദ്ദേഹത്തിന്റെ ഉദ്ദേശം നിറവേറ്റണം റഹ്മാനെ. റിയാദിൽ അബ്ദുൽ കരീം 5 റബ്ബർ തൈ. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി ഇൻഷാ അല്ലാഹ് ഞാൻ സ്വലാത്തിൽ ദുആ ചെയ്യും. അതുപോലെ റബ്ബർ പോയിൽക്കണ്ടി കുഞ്ഞബ്ദുള്ള 1000 ഉറുപ്പിക എല്ലാവർക്കും ഇൻഷാ അല്ലാഹ് ലാസ്റ്റ് ദുആ ചെയ്യും. നാളെയും മറ്റന്നാളൊക്കെ ദുആ ചെയ്യും. ഇപ്പോൾ ഞാനൊരു ചെറിയ ചരിത്രം പറഞ്ഞുകൊണ്ട് എന്റെ പ്രസംഗം നിർത്തട്ടെ. ഓ സഹോദരന്മാരെ, മഹാന്മാരായ പണ്ഡിതന്മാർ അവരെ ഗ്രന്ഥങ്ങളിൽ പഠിപ്പിക്കുന്നു. വളരെ ചെറിയ ഒരു ചരിത്രമേ ഇപ്പൊ പറയുന്നുള്ളൂ, ബാക്കി ഇൻഷാ അല്ലാഹ് നാളെ പറയാം. ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കപ്പെടുന്നു. ഒരു പള്ളിയുടെ സമീപത്തതാ ഒരു യാചകൻ നിൽക്കുന്നു. അങ്ങനെ അദ്ദേഹം പലരോടും ഒരു പത്തിരി കൊടുക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു, ഭക്ഷണം കിട്ടാൻ വേണ്ടി ആവശ്യപ്പെട്ടു. ആരും അദ്ദേഹത്തിന് ഭക്ഷണം കൊടുത്തില്ല. നമ്മൾ ഓർക്കണം, ചിലപ്പോൾ യാചിക്കുന്ന പാവപ്പെട്ടവർ അല്ലാഹുവിന്റെ അടുക്കൽ വലിയ മഹാന്മാരായി കൂടുന്നില്ലല്ലോ. ആരും ഭക്ഷണം കൊടുത്തില്ല. അല്ലാഹുവിന്റെ ഓർഡർ മലക്കുൽ മൗത്തിന്, നിങ്ങൾ പോയി അദ്ദേഹത്തിന്റെ റൂഹ് പിടിച്ച മലക്കുൽ മൗത്തേ, അല്ലാഹ് നിശ്ചയിച്ച സമയത്തല്ലാതെ ഒരാളും മരിക്കൂല. അതുകൊണ്ട് തന്നെ ഒരു പണക്കാരനും പാവപ്പെട്ടവര് വല്ലതും കൊടുക്കാതിരുന്നിട്ട് പാവപ്പെട്ടവൻ മരിച്ചു പോകുമെന്ന് കരുതണ്ട. അല്ലാഹ് നിശ്ചയിക്കാത്ത സമയത്ത് ഒരാളും മരിക്കൂല. അതേ സമയത്ത് പാവപ്പെട്ട മനുഷ്യന് കൊടുക്കാതെ കെട്ടിപ്പൂട്ടി വെക്കുന്ന മനുഷ്യ, നീ ഓർത്തോളണം, അല്ലാഹ് കണക്കാക്കാത്തതൊന്നും നിനക്ക് കിട്ടൂല, നിനക്ക് അനുഭവിക്കാൻ കഴിയൂല. നീ കോടിക്കണക്കിന് സമ്പാദിച്ചിങ്ങനെ നിൽക്കുമ്പോ എനിക്ക് കോടിയായില്ലേ, 10 കോടിയായില്ല, 1000 കോടിയായില്ലേ എന്നിങ്ങനെ ചിന്തിച്ച് സന്തോഷിക്കുന്നുണ്ടെങ്കിൽ ഇമാം ഗസാലി റഹിമഹുല്ലാ പറഞ്ഞില്ല, മോനെ നിന്റെ ചിന്ത വളരെ മോശമായി പോയി. ഞാൻ വലിയ പണക്കാരനായി എന്ന് ചിന്തിക്കുന്നു നീ 60 വയസ്സായപ്പോ, 50 വയസ്സായപ്പോ, 70 വയസ്സായപ്പോ, ഞാനിപ്പോ എനിക്ക് ഒരുപാട് കോടികളുണ്ടല്ലോ എന്ന് ചിന്തിക്കുന്നു. പക്ഷേ നിന്റെ ചിന്ത പോയില്ലല്ലോ. 70 വയസ്സാകുമ്പോ എനിക്ക് 70 കോടിയുണ്ടായി എന്ന് ചിന്തിക്കുന്ന നീ, കോടികൾ ഇങ്ങനെ വർദ്ധിക്കുമ്പോ എനിക്കത് അനുഭവിക്കാനുള്ള സമയം ചുരുങ്ങി 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 എനിക്ക് കുറഞ്ഞ സമയമല്ലേ ഉള്ളൂ. അല്ലാഹ്, സമ്പത്തിങ്ങനെ കൂടുമ്പോ എനിക്ക് അനുഭവിക്കാനുള്ള സമയം ചുരുങ്ങി 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 പോവുകയാണല്ലോ അല്ലാഹ് എന്ന ചിന്ത വരാത്തവൻ തീരെ ബുദ്ധിയില്ലാത്തവനല്ലേ.
ഇമാം ഗസാലി തങ്ങൾ ചോദിച്ചില്ലേ, സുബ്ഹാനല്ലാഹ്, ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കപ്പെടുന്ന സംഭവം. പള്ളിയുടെ സമീപത്തൊരു യാചകൻ നിൽക്കുന്നു, ഭക്ഷണം ചോദിക്കുന്നു. ഒരൊറ്റ മനുഷ്യനും ഭക്ഷണം കൊടുക്കാതെ അതാ പള്ളിയിൽ നിന്ന് അവരെ വീട്ടിലേക്ക് വിളിക്കാതെ തിരിച്ചുപോയി. അല്ലാഹു മലക്കുൽ മൗത്തിന് ഓർഡർ കൊടുക്കുന്നു, പോയി ഇപ്പൊ പിടിക്കണം അസാധുവിന്റെ റൂഹ്. അദ്ദേഹം വിശന്ന വ്യക്തിയാണ്, ഇപ്പൊ റൂഹ് പിടികളും. വിശന്ന വ്യക്തിയാണ്, റൂഹ് പിടിക്കപ്പെട്ടു. സുബ്ഹാനല്ലാഹ്, രാവിലെ ബാങ്ക് കൊടുക്കുന്ന വ്യക്തി വന്നു നോക്കുമ്പോ അതേ ആ യാചകനായ മനുഷ്യൻ മരിച്ചു കിടക്കുന്നത് കാണുന്നു. ഉടനെ തന്നെ ബാങ്ക് കൊടുക്കുന്ന മുഅദ്ദിൻ ഒട്ടാകെ വിവരമറിയിച്ചു. ഇന്നലെ രാത്രി അല്ലെങ്കിൽ ഇന്ന നേരത്തെ നിസ്കാരത്തിന്റെ സമയത്ത് യാചിച്ചിരുന്ന മനുഷ്യരുടെ മരിച്ചു വീണിരിക്കുന്നു. ആളുകളെല്ലാവരും വന്ന് പിന്നെ മൂപ്പരെ മറവ് ചെയ്യണമല്ലോ, അതുപോലെ തന്നെ കഫൻ ചെയ്യണമല്ലോ. അതിനുവേണ്ടി പിരിവെടുക്കുകയാണ്. ഈ സാധുവിനെ മറവ് ചെയ്യാൻ വേണ്ടി പരസ്പരം സഹായിക്കുകയാണ്. അങ്ങനെ കഫൻ തുണി കൊണ്ടുവന്നു അദ്ദേഹത്തെ കുളിപ്പിച്ച് കഫൻ ചെയ്ത് മറവ് ചെയ്തപ്പോൾ അതവർക്ക് നിർബന്ധമായ സദഖയാണല്ലോ, നിർബന്ധമായ കാര്യമാണല്ലോ. അതവരങ്ങ് ചെയ്തപ്പോൾ സുബ്ഹാനല്ലാഹ്, ഈ ബാങ്ക് കൊടുക്കുന്ന മനുഷ്യൻ മറവും ചെയ്തിട്ട് പിന്നെ വന്ന് പള്ളി തുറന്നു നോക്കുമ്പോ മിഹ്റാബില്ലതാ ഒരു കഫൻ തുണി കാണുന്നു. ഈ മയ്യിത്തിന് കൊടുത്ത അതേ കഫൻ തുണി തന്നെ അതിലെഴുതപ്പെട്ടിരിക്കുകയാണ്, ഹാദൽ കഫനു മർദൂദുൻ അലൈക്കും, ഈ കഫൻ തുണി നിങ്ങൾക്ക് തിരിച്ചേൽപ്പിക്കപ്പെട്ടതാണ്. ബിസൽ ഖൗമു അൻതും മിസ്തഅമകും ഫഖീറുൻ ഫലം തുതിമു ഹത്താ മാതജുആ, ഈ നാട്ടുകാരായ നിങ്ങൾ വളരെ മോശക്കാര് തന്നെ. ഒരു സാധു മനുഷ്യൻ ഭക്ഷണം ചോദിച്ചിട്ട് കൊടുക്കാത്ത ജനങ്ങളല്ലേ, അതുകൊണ്ട് നിങ്ങളെ കഫൻ തുണി അദ്ദേഹത്തിന് വേണ്ടാകട്ടോ. മൻകാന മിൻ അഹ്ബാബിനാ ലാ നകിൽഹു ഇലാ ഗൈരിനാ, അതേ നമ്മൾക്ക് വളരെ പ്രിയമുള്ള മഹാന്മാരാകുമ്പോ അവരെ നമ്മൾ വേറൊരാൾക്ക് കൊടുക്കൂല. ഭക്ഷണം കൊടുക്കാൻ നിങ്ങൾക്ക് ഭാഗ്യമുണ്ടായില്ല, കഫൻ തുണിയും നമ്മൾ തന്നെ കൊടുത്തോളും കേട്ടോ. ഓ സുഹൃത്തുക്കളെ, പാവപ്പെട്ട ജനങ്ങൾ വീട്ടിലേക്ക് കയറി വരുമ്പോ അവരെ അവഗണിച്ച് പോയിക്കൂടാ, നിസ്സാരപ്പെടുത്തിക്കൂടാ. വികലാംഗരായ വ്യക്തികളോ, കടത്തിൽ മുങ്ങിയവരോ, പാവപ്പെട്ട പെൺകുട്ടിയുടെ കല്യാണത്തിന് സഹായം ചോദിക്കുന്നവരോ, വീട് നിർമ്മാണത്തിന്റെ സഹായത്തിന് വരുന്നവരോ, അല്ലെങ്കിൽ അള്ളാന്റെ ദീനിന്റെ ആവശ്യത്തിന് വേണ്ടി കടപ്പെട്ടിട്ടും പലതും കടപ്പാടായി ഏറ്റെടുത്തിട്ടും അള്ളാന്റെ ദീനിന് വേണ്ടി അധ്വാനിക്കുന്നവരോ വന്ന് നമ്മോട് അള്ളാഹു തആല തന്നതിൽ നിന്ന് ചോദിക്കുമ്പോ അള്ളാഹുവിനെ മറന്നുകൊണ്ടുള്ളൊരു വാക്കും പറഞ്ഞു പോകരുതേ. ഇല്ലെങ്കിൽ തന്നെ ഖൗലുൻ മഅറൂഫുൻ വ മഗ്ഫിറത്തുൻ ഖൈറും മിൻ സദഖത്തിൻ യത്ബഉഹാ അദാ, വളരെ നല്ല നിലക്കുള്ള സംസാരം സംസാരിച്ച് സന്തോഷത്തോടെ തിരിച്ചേക്കുകയല്ലാതെ ഒരിക്കലും ഗൗരവത്തോടെ സാധുക്കളോട് സംസാരിച്ച് പോകരുത് കേട്ടോ. അതോടുകൂടെ തന്നെ പറയട്ടെ, സ്വന്തം പെങ്ങക്കോ സ്വന്തം ആങ്ങളക്കോ അല്ലെങ്കിൽ സ്വന്തം അനുജനോ ജേട്ടനോ ബന്ധപ്പെട്ടവനോ അല്ലെങ്കിൽ അമ്മോച്ചനോ പുതിയാപ്പിളക്കോ അമ്മായിക്കോ അല്ലെങ്കിൽ പുതിയാപ്പളുടെ ജേട്ടനോ അനുജനോ അല്ലെങ്കിൽ മരുമകനോ കാരണവൻ അതെ അമ്മാമനോ അല്ലെങ്കിൽ ബാപ്പാന്റെ ജേട്ടനോ അനുജനോ ബന്ധപ്പെട്ടവർക്കോ അല്ലെങ്കിൽ ബന്ധപ്പെടാത്തവർക്കോ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പിന്നെയും ഇങ്ങനെ മനസ്സിൽ ഓർമ്മിച്ച് നിന്നിട്ട് ഞാനാ വിസ കൊടുത്തത്, ഞാനാ പണി കൊടുത്തത്, ഞാനാ അവനെ പണക്കാരനാക്കിയത്, ഞാനാ അവനെ നന്നാക്കിയത്, ഞാനാണ് ചെയ്തതെന്ന് പറയുന്ന എല്ലാ സദഖയും ബാത്തിലാക്കി കളയുന്ന വിഡ്ഢികളില്ലേ, ചിന്താശക്തിയില്ലാത്തവരില്ലേ. മോനെ, ചെയ്ത ഉപകാരങ്ങളൊന്നും ഓർമ്മിക്കാൻ പാടില്ല, ചെയ്ത ഉപകാരങ്ങളൊന്നും ഓർമ്മിക്കാൻ പാടില്ല. അതേ സമയത്ത് നമ്മക്ക് ഇങ്ങോട്ട് ചെയ്തു തന്ന ഉപകാരം ഒരിക്കലും മറക്കാനും പാടില്ല. നമ്മളോട് മറ്റൊരാൾ ചെയ്ത തെറ്റുകളൊന്നും തന്നെ നമ്മളെ മനസ്സിൽ ഓർമ്മിക്കാൻ പാടില്ല. അവനെന്നെ ചീത്ത പറഞ്ഞവനല്ലേ, കല്ലെറിഞ്ഞവനല്ലേ, കുറ്റം പറഞ്ഞവനല്ലേ, അങ്ങനത്തെ ഒരു ചിന്തയും മുഅ്മിനായ മനുഷ്യന്റെ ഖൽബിലുണ്ടാകാൻ പാടില്ല. അതേ
അതേ സമയത്ത് നമ്മൾ അങ്ങോട്ട് വല്ലവരെയും കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അക്രമം ചെയ്തിട്ടുണ്ടെങ്കിൽ, അതെപ്പോഴും നമ്മൾ ഓർമ്മിക്കണം, നമ്മൾ അല്ലാഹുവിന്റെ മുമ്പിൽ അദ്ദേഹത്തിന്റെ പ്രതിയാണ് കേട്ടോ. ആകയാൽ രണ്ട് കാര്യം ഓർമ്മിക്കണം, രണ്ട് കാര്യം മറന്നു കളയണം. അങ്ങോട്ട് ചെയ്ത ഉപകാരങ്ങൾ മറന്നു കളയണം, ഇങ്ങോട്ട് ചെയ്ത തെറ്റുകളും മറന്നു കളയണം. അതേ സമയത്ത് ഇങ്ങോട്ട് ചെയ്ത ഉപകാരം ഓർമ്മിക്കണം, അതുപോലെ തന്നെ അങ്ങോട്ട് ചെയ്ത തെറ്റുകളും ഓർമ്മിക്കണം. മനസ്സ് തന്നാകലല്ലേ മനുഷ്യന്റെ വിജയം, അതിനല്ലേ മഹാന്മാരൊക്കെയും പ്രവർത്തിച്ചത്, അതിന് തന്നെയല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവർത്തനം, അതിന് തന്നെയല്ലേ പരിശുദ്ധ ഖുർആൻ. റബ്ബേ, ആ ഖുർആനിന്റെ ബറക്കത്ത്, ആ ഖുർആനിന്റെ ഹൃദയം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട സൂറത്ത് യാസീനിന്റെ ബറക്കത്ത് ഞങ്ങളെ സർവ്വ സദസ്സുകൾക്കും അതുപോലെ തന്നെ റബ്ബേ ഞങ്ങളുടെ എല്ലാ വാക്കുകൾക്കും പ്രവൃത്തികൾക്കും ഞങ്ങളുടെ സ്ഥാപനങ്ങൾക്കും നീ തരണം റഹ്മാനേ. എല്ലാവർക്കും വേണ്ടിയും നമുക്കൊരു 3 സ്വലാത്തിൽ ദുആ ചെയ്യാം. കേളോത്തമ്മദ് കല്ലാച്ചി 3 തൈ, റാഷിദ് തങ്ങൾ വടകര 1 തൈ, മലന്റെ ഇവിടെ നാസിർ കല്ലാച്ചി റബ്ബർ തൈ 10 എണ്ണം 3500 രൂപ. മക്കളുടെ കാര്യത്തിൽ ദുആ ചെയ്യണം. അല്ലാഹുവേ, എല്ലാ മക്കളെയും നീ ഖൈറിലാക്കണം റഹ്മാനെ. അബൂബക്കർ തസ്ലീം നല്ല ജോലി ലഭിക്കാൻ വേണ്ടി 1 തൈയുടെ ചെലവ് 350 രൂപ. വീട് എളുപ്പമാകാൻ പ്രത്യേകം ദുആ ചെയ്യുന്ന 1 തൈ 350 രൂപ. സുലൈമാൻ മുസ്ലിയാർ പൊണ്ടിപ്പയിൽ, അതുപോലെ തന്നെ വലിയ പറമ്പത്ത് അന്തൂർ ഹാജി 5 തൈ, അതുപോലെ മമ്മു ഹാജി 100 തൈ. അൽഹംദുലില്ലാഹ്, അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. അല്ലാഹു തആല അദ്ദേഹത്തിന്റെ എല്ലാ വിഷമങ്ങളും തീർത്തു കൊടുക്കട്ടെ. നായരുകണ്ടി കുഞ്ഞബ്ദുൽ ഹാജി തിരൂർ അതെ കൊടുത്തയച്ചിട്ടുണ്ട്. മമ്മു ഹാജി ഒരാൾ 10 തൈ. അങ്ങനെ എല്ലാവരും തരണം ഇൻഷാ അല്ലാഹ്. തൈ കൂടിപ്പോ നിങ്ങൾ പേടിക്കണ്ട. 10 ഏക്കർ ഭൂമിയിൽ വെക്കാണ്ട് പിന്നെയും ഭൂമിയുണ്ട്, ഇല്ലെങ്കിൽ നമുക്ക് തൈ പിന്നെയും വളർത്തണം. പിന്നെ സ്ഥലത്തിനും പൈസ വേണം. സ്ഥലത്തിന് ചെറിയ പൈസ ഒന്നും പോരാ, പിന്നെ സ്ഥലത്തിന് പൈസ വെച്ച് നിങ്ങൾ ബേജാറാണ്ടാന്ന് വിചാരിച്ചിട്ടാണ്. അള്ളാഹിന്റെ ഖജനാവിൽ ധാരാളം ഉണ്ടല്ലോ. അല്ലാഹു തആല എല്ലാവർക്കും തരാൻ തൗഫീഖ് ചെയ്യട്ടെ. ഈ സദസ്സിൽ തന്നെ 3.5 ലക്ഷം റുപ്യ സിറാജുൽക്ക് വേണ്ടി എടുത്ത സ്ഥലത്തിന് ഏറ്റവർ തരാനുള്ളവരുണ്ട്. അല്ലാഹുവർക്കൊക്കെ തരാൻ വേണ്ടി ഭാഗ്യം നൽകട്ടെ. ഇനിയും കുറെ ആളുകൾ ഏൽക്കുകയും വേണം, എന്നാലേ അതിന്റെ കടമ്പ് ഇടൂ. അതിന്റെ ശേഷം വേണം വേറുള്ള കടമ്പ് ഇടാൻ. അള്ളാഹ് ഇപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. ഹബീബുള്ള ബഹ്റൈൻ 2 തൈ, മസ്കത്ത് ഷൗക്കത്ത് അലി സൈദി ബാരിയുടെ ഓപ്പറേഷൻ സുഖപ്പെടാൻ വേണ്ടി 1000 രൂപ റബ്ബർ തൈ. അള്ളാഹു എല്ലാവർക്കും എല്ലാ ഖൈറും നീ നൽകണം റഹ്മാനെ.